നമ്മുടെ മെസ്സേജ് സ്ഥിരതയോടെ ഓടുക. ചേർന്ന് പറഞ്ഞാട്ടെ, സ്ഥിരതയോടെ ഓടുക. എങ്ങനെയാണ് ഓടേണ്ടത്? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ആ ബാക്കിലിരിക്കുന്നവർ കേൾക്കുന്നെങ്കിൽ ഒന്ന് കരമുയർത്തുമോ? ഫൈൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്താ ചെയ്യേണ്ടത്? സ്ഥിരതയോടെ ഓടുക. നമുക്കിതിന് കുറിവാക്യമായിട്ടുള്ളത് എബ്രായർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമ്മൾ സ്ഥിരതയോടെ ഓടുക എന്ന വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ദയവായിട്ട് ആ വാക്യം വായിച്ചാട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്കൊരു ഓട്ടമുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കിക്കൊണ്ടാണ് ഈ ഓട്ടം. അങ്ങനെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. അത് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന, നമ്മുടെ മലയാളം ബൈബിൾ തന്നെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ്. ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ്. യേശു ക്രിസ്തുവിൽ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കേന്ദ്രീകരിക്കുക. യേശുവിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ കണ്ണുകൾ ഈ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെയും യേശുവിൽ നിന്ന് മാറിപ്പോകരുത് എന്നുള്ളതാണ് അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? അപ്പോൾ നമുക്കെന്തുണ്ട്? നമുക്കൊരോട്ടമുണ്ട്. ഈ ഓടുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. പലരും ആ ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞു. പലരും ഓടിയിട്ട് പകുതി വഴിക്ക് ഇട്ടിട്ട് പോയി. പലരും ഓടി പരാജയപ്പെട്ടു. പലരും ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി. ഈ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തിയവരെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അത് ആ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടക്കളത്തിലോടി എത്തേണ്ട സ്ഥാനത്ത് എത്തിയവരെ കുറിച്ചാണ് അവിടെ ഇത് വ്യക്തമാക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? അതെടുത്തുദ്ദേശിച്ചിരിക്കുന്ന, എടുത്തു പറഞ്ഞിരിക്കുന്നതിന് കാരണം, ഈ ഓട്ടത്തിൽ ഓടുവാനായി തുടങ്ങുമ്പോൾ ഈ ഓട്ടത്തിന് മുൻപായി ചെയ്യേണ്ട ചില കാര്യമുണ്ട്. ആ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓടാൻ കഴിയുമോ, ഓടാൻ പറ്റുമോ എന്നുള്ളതായ ചിന്താകുലങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഇതിനകത്ത് നമ്മൾ എന്തിനെ ലക്ഷ്യമാക്കിയാണ് ഓടുന്നത് എന്നുള്ളതാണ് പരമപ്രധാനമായ വിഷയം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിത്യതയെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ഓട്ടമെങ്കിൽ ആ ഓട്ടം ഒരു പൂർണ്ണതയുള്ള ഓട്ടമല്ല. എന്നാൽ നമ്മുടെ ലക്ഷ്യം യേശു ആയിരിക്കണം. നമ്മുടെ ടാർഗറ്റ് യേശു ആയിരിക്കണം. നമ്മുടെ നോട്ടം യേശുവിലായിരിക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ സ്നാനപ്പെട്ടതെങ്കിൽ, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ പാപം ചെയ്യാതിരിക്കുന്നതെങ്കിൽ, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ എന്നെ തന്നെ സൂക്ഷിച്ച് ഞാൻ മുൻപോട്ട് പോകുന്നെങ്കിൽ, അവിടെയും നമുക്കൊരു ലാഭയിച്ചയാണ്. അടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, സ്വർഗമായതെങ്ങനെയാ? യേശു സ്വർഗത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഈ സ്വർഗത്തിലിരിക്കുന്ന യേശു നരകത്തിൽ കിടക്കുന്ന കുട്ടിപ്പിശാചികളെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് യേശു നരകത്തിലോട്ട് പോയി ഇരുന്നാൽ അവിടെ എന്നായിത്തീരും? സ്വർഗമാകും. അപ്പം നരകമായത് യേശു ഇല്ലാത്തതുകൊണ്ടാണ്. സ്വർഗമായത് യേശു അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മുടെ വിഷയം സ്വർഗവും നരകവും എന്നുള്ളതല്ല, യേശുവിനെ നോക്കി ജീവിക്കുക എന്നുള്ളതാണ്. യേശുവിനെ നോക്കി ജീവിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗമുണ്ട്. അത് ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് എനിക്ക് സ്വർഗത്തിൽ പോകാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ സ്വർഗത്തിൽ പോവുകയല്ല, കർത്താവ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോവുക. ആർക്കും ചുമ്മാ ഒന്നും പോകാനൊന്നും പറ്റത്തില്ല. സ്വർഗത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകണം. അപ്പം നമുക്ക് വലുത്, നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ എയിം യേശു ക്രിസ്തുവാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അപ്പോൾ ഈ ഓട്ടക്കളത്തിൽ ഓടുന്നതിന് മുൻപ് ഓടുവാൻ തുടങ്ങുന്ന ആളിന് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഈ ഓട്ടം ആരംഭിക്കുന്നതിന് മുൻപ്,
ഈ ഓട്ടം തുടങ്ങുന്നതിന് മുൻപ് പലരും തുടങ്ങി, ഇന്ന് പലരും ഇങ്ങനെ വലയുക, ഓടി ഓടി വലയുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പകുതി വരെ ഓടിയപ്പോഴാണ് മനസ്സിലായത് ഓടണ്ടായിരുന്നെന്ന്. സത്യമാ. ഈ ഓട്ടത്തിൽ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല എന്ന ചിന്തയും ബോധവും നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ഓടി വഴിയിൽ വെച്ച് പിന്മാറുന്നതിനേക്കാൾ നല്ലത് ഓടാതിരിക്കുന്നതാ. ഓടി വഴി വെച്ച് തളർന്നു പോയി, ലക്ഷ്യം മാറിപ്പോയി, ചിന്ത മാറിപ്പോയി, വഴി വെച്ച് പട്ടുപോകുന്നതിനേക്കാൾ നല്ലത് നീ ഈ ഓട്ടക്കളത്തിൽ കയറാതിരിക്കുന്നതാ. ട്രാക്കിൽ കയറിയാൽ ലക്ഷ്യസ്ഥാനത്തെത്തണം. ആത്മീയ സമൂഹത്തിന്റെ പരാജയം, ലക്ഷ്യം തെറ്റി ഓടുന്ന ആയിരങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അവരെന്തിനാ ഓടുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ആരോ പറഞ്ഞു ഈ ട്രാക്കിൽ കയറി ഓടിയാൽ എന്തോ കിട്ടുമെന്ന്. അത് കിട്ടുമെന്ന് കരുതി ഓടുന്നു, അത് കിട്ടാതെ വരുമ്പോൾ ട്രാക്ക് വിടുന്നു. ഇതിനു വേണ്ടിയല്ല നീ ഓടാൻ ആരംഭിച്ചത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വേണ്ടിയാണ് നീ ഓട്ടം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ എടുക്കുന്ന ഓരോ പോയിന്റുകളും ഓരോ സെക്ഷനാണ്. അപ്പോൾ ഈ ട്രാക്കിനകത്ത് ഓടി വലഞ്ഞവരും തളർന്നവരും ഓടാനിരിക്കുന്നവരും എല്ലാം കേൾക്കണം. ഓട്ടം ആരംഭിക്കുന്നതിന് മുൻപ് ആ വാക്യം എബ്രായർ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വീണ്ടും വായിക്കാം. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. ആദ്യം നോക്കിയേ, ഈ ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക്, ദൈവം വച്ചിരിക്കുന്ന വിരുദിലേക്ക് ഓടുവാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓടാൻ കഴിയും എന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ആദ്യത്തെ വാക്യം. ഇവിടെ ഒരു മുഴ മാറിയ വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ മുഴ സൗഖ്യമായ വ്യക്തി ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുഴ മാറി, യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ മുഴ മാറുവാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നവനൊരു ബലമായി അവന് വേണ്ടി ചെയ്തവൻ എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന്. ആദ്യത്തെ വാക്യം ഓടാനിരിക്കുന്നവരോട് പറയുന്ന കേട്ടോ. ഓടാൻ തുടങ്ങുന്നവർക്കൊരു പ്രോത്സാഹന വാക്യം. നിങ്ങൾക്ക് മുമ്പേ കൃത്യതയോടെ ഓടി കറക്റ്റ് ഫിനിഷിംഗ് പോയിന്റിലെത്തിയ ഒരു കൂട്ടം ജനം നിങ്ങൾക്ക് ചുറ്റും, നിങ്ങൾക്ക് മുൻപേ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അവരെ പോലെ ഓടാൻ കഴിയും. ഫസ്റ്റ് വേർഡ്, ആദ്യത്തെ വചനം നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ഈ ട്രാക്കിൽ കയറി നിൽക്കുമ്പോൾ തകർന്നു പോകുമോ, വീണു പോകുമോ, ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമോ എന്ന ആകുല ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അപവാദങ്ങൾ, സമുദായത്തിൽ നിന്ന്, മതത്തിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, സംഘടനയിൽ നിന്ന്, ദേശത്തിൽ നിന്ന്, അധികാരികളിൽ നിന്ന് പ്രതികൂലങ്ങൾ വരുമോ, ഞാൻ ഈ ഓട്ടം ആരംഭിച്ചാൽ എനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമോ എന്ന ആകുലമായി നിൽക്കുന്ന, ആകുല ചിന്തയോടെ ഓടുവാൻ കയറി നിൽക്കുന്നവനെ ഒന്നാമത്തെ വചനം ബലപ്പെടുത്തുക. നിനക്ക് മുൻപേ ഇതിനേക്കാൾ പ്രശ്നമുള്ളവൻ ഓടി എത്തിയിട്ടുണ്ട്, ഇതിനേക്കാൾ പ്രതികൂലമുള്ളവൻ ഓടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടം നമ്മൾ ആരംഭിച്ചു, ചിലർ ആരംഭിക്കുന്നു. പക്ഷേ ഈ ഓട്ടം ആരംഭിക്കുന്നതിന് മുൻപ് ആ ദൈവം വച്ചിരിക്കുന്ന വിരുദിൽ, ആ ലക്ഷ്യത്തിൽ എത്തുവാൻ, ഈ ട്രാക്കിലേക്ക് കയറുന്നതിന് മുൻപ് പോയിന്റ് നമ്പർ 1, ഭാരം, സകല ഭാരവും. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്ന എന്തിനാ? നമ്മളെ എന്ത് ചെയ്യാനാ? നമ്മളെ എൻകറേജ് ചെയ്യാൻ, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ, നിനക്ക് ഓടാൻ പറ്റുമെന്ന് കാണിക്കാനാണ് ഈ സാക്ഷികളെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഓട്ടം ആരംഭിക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടണം, എന്നാലേ ഓടാൻ പറ്റൂ. അതിലൊന്നാണ് ഭാരം, രണ്ടാമത്തത് മുറുകെ പറ്റുന്ന പാപം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇറങ്ങിത്തിരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യം, ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ദർശനം, ഓട്ടത്തിൽ വഴിക്ക് വെച്ച്
നഷ്ടപ്പെട്ടു പോയാൽ ഓട്ടം ലക്ഷ്യസ്ഥാനത്തെത്തത്തില്ല. അത് മറ്റു പലതിനും വേണ്ടിയുള്ള ഓട്ടമായി തീരും. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ബിരുദ് ഓടി പ്രാപിക്കണമെങ്കിൽ ഫിക്സ് അവർ ഐസ് ഓൺ ജീസസ്. നിന്റെ കണ്ണുകൾ യേശുവിലായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ മാരത്തോൺ ഓട്ടമൊക്കെ ഉണ്ട്. എത്ര പേര് മാരത്തോൺ ഓട്ടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്? സ്വത്രം. ഈ മാരത്തോൺ ഓട്ടത്തിൽ ആൾക്കാർ ഓടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ മാരത്തോൺ ഓട്ടം എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ഓടുകയല്ല, കിലോമീറ്ററുകൾ ഓടണം. അതിങ്ങനെ പടപട ഓടുകയല്ല, ഓടുവാന്നോ അതുമല്ല, ഇങ്ങനെ പോകുന്നേ. കണ്ടിട്ടുണ്ടോ? എത്ര പേര് അത് കണ്ടിട്ടുണ്ട്? ഓടുവാന്നോ അതുമല്ല, നടക്കുവാന്നോ. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ കയറി നിൽക്കുക ഇതിനകത്ത്, ഈ ട്രാക്കിലൂടെ ഓടാൻ. അപ്പോൾ ഇതിനകത്ത് കയറി നിൽക്കുമ്പോഴേ കുറേ പേർക്കറിയാം ഞാൻ എത്തുകയല്ലെന്ന്. ചിലർ ഓടാൻ തുടങ്ങുമ്പോഴേ അവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കൈയൊക്കെ പൊക്കി സത്യമാ, എല്ലാം ശരിയാ, ഉള്ളിൽ അറിയാം ഞാൻ എത്തുകയല്ലെന്ന്. സ്വത്രം. എന്നാൽ അവർ കേട്ടോണോ ഇന്ന് പകൽ നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം എന്നാന്ന്? ഓടി ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കുന്നതിനേക്കാൾ നല്ലത് നീ ഇതിനെ ഇറങ്ങാതിരിക്കുന്നതാ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒളിമ്പിക്സിൽ, ഈ ഓട്ടത്തിൽ ഈ ഒരു കൂട്ടർ ഇങ്ങനെ അവർക്കറിയാം അവർ ജയിക്കുമെന്നും അവർ ഓടി എത്തുമെന്നും അവർക്കറിയാം. കാരണം അവർ കണ്ണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഫിനിഷിംഗ് പോയിന്റിലാണ്, ആ വിരുത് പ്രാപിക്കണമെന്ന് അവർക്ക് ലക്ഷ്യമുണ്ട്. അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന അതിനകത്താണ്. എന്നാൽ ചിലരെങ്ങനെ അറിയാം? അവർക്ക് തന്നെ അറിയാം അവർ ഓടി എത്തുകയില്ലെന്ന്. അപ്പോൾ എന്നാ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ മനസ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബുക്കിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മാരത്തോൺ ഓട്ടത്തിന് ഇവർ ഓടുമ്പോൾ ഇവരുടെ ട്രാക്കിലേക്ക് സ്വർണ്ണ നാണയങ്ങൾ ഉരുട്ടിവിടും. എന്നാ ചെയ്യും? ഗോൾഡ് കോയിൻസും സിൽവർ കോയിൻസും ഒക്കെ ഉരുട്ടിവിടും അവർ. അപ്പോൾ ഈ ഓടാൻ തുടങ്ങിയപ്പോഴേ ചിലതിനറിയാം എന്നാ എവിടെ എത്തുകയില്ലെന്ന്, ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ലെന്നും ഗോൾഡ് മെഡൽ കിട്ടുകയില്ലെന്ന് അവനറിയാം. അപ്പോൾ ഈ ഗോൾഡ് കോയിൻ ഉരുണ്ട് വരുന്ന കാണുമ്പോൾ ഇവൻ ഇത് നിന്നങ്ങ് പെറുക്കിയിട്ട് ഇങ്ങനെ പറയും, പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഗോൾഡ് കോയിനേലും ഇരിക്കട്ടെ, അതും പെറുക്കി വിരിച്ച് വീട്ടിൽ പോവും. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുപോലാണ് ചിലർ വന്ന് വിടുതൽ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോകുന്നത്. ഇറങ്ങിയതും ദൈവം നിങ്ങളെ വിളിച്ചതുമായ ലക്ഷ്യം മറന്ന് എന്തൊക്കെയോ പെറുക്കിക്കൊണ്ട് പോകുക. പക്ഷേ അതിനു വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചത്, ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വേണ്ടിയാണ്. ദൈവം വെച്ചിരിക്കുന്ന വിരുദ് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. സഭയിലേക്ക് വന്നപ്പോൾ, ആരാധനയിലേക്ക് പ്രവേശിച്ചപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ ലക്ഷ്യമായിരുന്നു, ആ കർത്താവ് വച്ചിരിക്കുന്ന വിരുദ് പ്രാപിക്കണം. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ട്രാക്കിലൂടെ തന്നെ ഓടണം എന്നുള്ള മനോഭാവത്തോടെ ഓടുവാൻ പുറപ്പെട്ടിട്ട് ഈ ഓട്ടത്തിന് മധ്യേ ദർശനം മാറി, ചിന്ത മാറി, മറ്റ് പല കാര്യങ്ങളും അകത്തേക്ക് കയറി വന്നപ്പോൾ ഇന്ന് ട്രാക്ക് വിട്ട് ലക്ഷ്യം തെറ്റി എവിടേക്കോ ചിലത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നിനക്ക് മടങ്ങി വീണ്ടും ഈ ട്രാക്കിലേക്ക് വരുവാൻ ദൈവം ഒരു അവസരം കൂടെ തരികയാണ്. ഏൽപ്പിക്കപ്പെടുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാരം വിടണം. ഓടുന്നതിന് മുമ്പ് എന്നാ വിടണം? നിങ്ങൾ ഓടുന്നവരെ, ഓട്ടത്തിൽ നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? മാക്സിമം അവർ ഭാരം കുറച്ചിരിക്കും അവരുടെ ശരീരത്തിൻ്റെ. ഏറ്റവും നൈസായിട്ടുള്ള ഒരു ബനിയനും ഒരു നിക്കറോ ഒരു ബെർമുടയോ എന്തെങ്കിലും ഇട്ടുകൊണ്ട് അവർ ഓടാൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവരങ്ങനെ ഓടാൻ നിൽക്കുന്നേ. കാരണം എന്നാണെന്നറിയോ? ഇപ്പം ഞാൻ പറയട്ടെ, ഒരു 3 പീസിൻ്റെ സ്യൂട്ടും ഒക്കെ ഇട്ട് ഒരു ടൈ ഒക്കെ കെട്ടി അതിനകത്തൊരു ഓവർകോട്ടും ഇട്ട് ഒരു ബ്രീഫ് കേസും ഒക്കെ പിടിച്ചുകൊണ്ട് നിനക്ക് ഓടാൻ പറ്റുമോ? അപ്പോൾ ഓടുന്നതിന് മുൻപ്, ഓട്ടം ആരംഭിക്കുന്നതിന് മുൻപ് എന്ത് കുറയ്ക്കണം? എക്സ്ട്രാ വെയിറ്റ്. ചേർന്ന് പറയാം, എക്സ്ട്രാ ഭാരം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ വെയിറ്റിനെ കുറിച്ചാണ്. ഈ ഓട്ടക്കാരൻ ഇട്ടിരിക്കുന്ന ഈ ബനിയനും ചെറിയ ബനിയനും എന്തോ ഉണ്ട്, ചെറിയ ഭാരമുണ്ട്. പക്ഷേ ആ ഭാരം അവൻ്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ഭാരമല്ല. ആ ഭാരം അവൻ്റെ ഓട്ടത്തിനെ തടസ്സപ്പെടുത്തത്തുമില്ല. പക്ഷേ മാറ്റേണ്ട ഭാരം എന്ന് പറയുന്നത് എക്സ്ട്രാ വെയിറ്റാ. എക്സ്ട്രാ വെയിറ്റ്, അധികമായി കയറി വരുന്ന ഭാരവും ചിന്താഗതികളും. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ മനുഷ്യൻ്റെ ഇപ്പം
ഓടാൻ തുടങ്ങുന്നതിന് എക്സ്ട്രാ വെയിറ്റ് എല്ലാം എന്നെ ചെയ്യണം, പെറുക്കി കളയണം. പക്ഷെ മനുഷ്യൻ്റെ മനോഭാവം എന്നാണെന്നറിയോ? പെറുക്കി കളയുന്ന ഒരു മനോഭാവമല്ല മനുഷ്യനുള്ളത്, ശേഖരിക്കുന്ന മനോഭാവമോ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഒന്നും ഈ ജീവിതത്തിലിരിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളും അതൊക്കെ എടുത്തു കളയുന്ന, എൻ്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ഭാരങ്ങളെ, എക്സ്ട്രാ വെയിറ്റിനെ എടുത്തു കളയുന്ന മനോഭാവമല്ല മനുഷ്യനുള്ളത്, കുറച്ചും കൂടെ വലിച്ചു വെക്കുന്ന മനോഭാവമോ. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഓടാൻ പറ്റുകയില്ലെന്നാണ് പൗലോസ് പറയുന്നത്. 6 തരത്തിൽ നമുക്ക് ജീവിക്കാം. 6 തരത്തിൽ നമുക്ക് ജീവിക്കാം. ഒന്ന്, ഇൻവാറ്റബിൾ തിങ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് എന്തൊക്കെ വരുമെന്നറിയാം? ശ്വാസം, വെള്ളം. എന്തൊക്കെയാ? ഇപ്പം ആഹാരമില്ലെങ്കിലും ശ്വാസം ഉണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ നിൽക്കാം. ആഹാരമില്ലെങ്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ദൈവകൃപ കൊണ്ട് ഉപവസിക്കുന്നവർക്കാണെങ്കിൽ അത് കൂടുതൽ നിൽക്കും. അതിനെക്കുറിച്ച് എനിക്ക് പറയാനറിയത്തില്ല. വളരെ പ്രധാനപ്പെട്ട തിങ്ങാണ് ശ്വാസം, വെള്ളം, ഇങ്ങനെയൊക്കെയുള്ളത്. അടുത്തത്, രണ്ടാമതായി വരുന്നത് ഇൻവാൻറ്റബിൾ ഫോർ ലൈഫ്, ജീവിതത്തിന് വേണ്ടത്. ഇപ്പം നമുക്ക് മഴ നനയാതെ എന്നാ വേണം? മഴ വേണ്ടത് വീട് വേണം, വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. വീടില്ലാതെ പറ്റുമോ? 2, നമുക്ക് വസ്ത്രം വേണം, ആവശ്യമല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് എന്നാ ഉള്ളതാ? മൂന്നാമത്തെ കാര്യം നീഡ്സ്. നീഡെന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ. അപ്പോൾ അതിനകത്ത്, ഈ നീഡ്സിനകത്ത് എന്തെങ്കിലും കഴിച്ചാൽ പറ്റത്തില്ല. എനിക്ക് ആവശ്യമുള്ളത്, എൻ്റെ ശരീരത്തിന് പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം. ചുമ്മാ ഡെയിലി രാവിലെ ഒരു ചായ ഉച്ചയ്ക്ക് ഒരു കാപ്പിയും കുടിച്ചാൽ പറ്റത്തില്ല. എൻ്റെ നീഡ്സ് ഉണ്ട്. ആദ്യത്തത് അത്യാവശ്യമായിട്ടും വേണം. എന്തുവാ? ശ്വാസവും. അല്ലാത്തവന്, ശ്വാസം ഇല്ലാത്തവന് വീട് കിട്ടിയോണ്ട് എന്നാ ഗുണം? രണ്ടാമത്തെ കാര്യമാണ് പാർപ്പിടം, ആഹാരം തുടങ്ങിയത്. മൂന്നാമത്തെ നീഡ്സ്. നീഡെന്ന് പറഞ്ഞാൽ എന്തേലും കഴിക്കുമല്ല, എന്തേലും ഇടുവല്ല, എനിക്ക് യോജ്യമായത്, എനിക്ക് ആവശ്യമുള്ളത്. നാലാമത്തെ കാര്യം കംഫേർട്സ്. കംഫേർട്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സുരക്ഷിതത്വം എന്നാണ്. എൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എൻ്റെ മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പൈസ ഉണ്ടാക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പല കാര്യങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നത്? എത്ര പേര് പറയും എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലായി അധ്വാനിക്കുന്നതെന്ന്? നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ കംഫേർട്സ്, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം. അഞ്ചാമത്തതാണ് ഒരു പ്രധാന കാര്യം, ലക്ഷറി. എന്നാ പുള്ളി ഭയങ്കര ലക്ഷറി ലൈഫാന്നൊക്കെ പറയത്തില്ലേ? ലക്ഷറി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? എൻ്റെ പദവിയുടെ മനോഭാവം. എന്നാ, ഇപ്പം ഞാനൊരു വലിയ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മനോഭാവം ഉള്ളതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും? ഞാൻ റോഡിലൂടെ നടക്കാൻ തയ്യാറാവത്തില്ല. ഞാൻ ചെറിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കാൻ തയ്യാറാകത്തില്ല. ഞാൻ പാവങ്ങളുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ തയ്യാറാകത്തില്ല. കാര്യം എന്നാ? എൻ്റെ ലൈഫ് എങ്ങനെയുള്ള ലൈഫാണ്? ലക്ഷറി ലൈഫാണ്. അതെൻ്റെ പദവിയിലുള്ള മനോഭാവം. ഈ ലക്ഷറി ലൈഫ് നയിക്കുന്ന മെജോറിറ്റി ആൾക്കാരുടെ ഉള്ളിൽ മറവായി കിടപ്പുണ്ട് അയാൾ വലിയ ആളാണ്. പിന്നെ ഞാൻ പറയാം, ഈ കംഫേർട്സിനകത്ത് വാഹനമുണ്ട്, നമുക്ക് വണ്ടി ആവശ്യമാണ്, നമുക്ക് സ്കൂട്ടർ ആവശ്യമാണ്, നമുക്ക് ബൈക്ക് ആവശ്യമാണ്, നമുക്ക് കാർ ആവശ്യമാണ്, നമുക്ക് നല്ല ആഹാരം കഴിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ലക്ഷറി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അപ്പുറമാണ്. ഞാൻ വലിയ ആളാണ്, എൻ്റെ താഴെയാണ് ബാക്കിയുള്ളവരെല്ലാം എന്ന് കരുതി മറ്റുള്ളവൻ്റെ മേൽ നടത്തുന്ന ആ ഒരു പറവോൻ്റെ പരിപാടി. എന്നാ അതിന് പറയുന്നത്? ആധിപത്യം പുലർത്തുന്നത് ശരിയല്ല. ആറാമത്തെ കൂട്ടരാണ് സൂപ്പർ ലക്ഷറി. എന്നാ അവരെന്നാന്നറിയാം? അവർ സ്വയമായിട്ടൊരിക്കലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവർ ജീവിക്കുന്നവരെ അല്ല. റീസൺ ഞാൻ പറയാം. നമ്മളൊരു വീട് വെക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. എത്ര പേരെ സമ്മതിക്കും? പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് നമ്മൾ വീട് വയ്ക്കുന്നത് തോമാച്ചൻ്റെ വീടിനേക്കാൾ നല്ല വീടായിരിക്കണമെന്ന് കരുതിയ. അപ്പുറത്തെ വീട്ടുകാർക്ക് 4 ബെഡ്റൂം ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കട്ടെ 6 എണ്ണം. അതെൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല ഞാനത് ചെയ്യുന്നേ.
എൻ്റെ അയലോക്കക്കാരൻ ലക്ഷറിക്കാരനാ, ഞാനപ്പോൾ എന്നാ ആകുക? സൂപ്പർ ലക്ഷറി ആകുക. ദൈവം നമുക്ക് നല്ലതേ തരൂ, നല്ലതേ ചെയ്യൂ, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന് കംഫർട്ടായിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് എനിക്കും നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾക്ക് നന്മ വരും. കാരണം ബൈബിൾ പറയുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും എല്ലാം നന്മയായി തീരും. എപ്പോഴാണ് നന്മയായി തീരുന്നതെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ നിൽക്കുമ്പോഴാണ്. ലക്ഷ്യസ്ഥാനത്തെത്തണോ സ്ഥിരതയോടെ ഓടണം. ഈ ഓട്ടം ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ്. ഫിക്സിങ് യുവർ ഐസ് ഓൺ ജീസസ്. നിങ്ങളുടെ കണ്ണുകൾ എവിടെ ഉറപ്പിക്കണം? യേശുവിൽ നിങ്ങളുടെ കണ്ണുകൾ ഉറപ്പിക്കണം. നിങ്ങളുടെ രോഗം സൗഖ്യമാകാത്ത കാരണത്താൽ യേശു ദൈവമാകാതിരിക്കുന്നില്ല. നിങ്ങളുടെ കടഭാരം മാറാത്ത കാരണത്താൽ യേശു വലിയവനാകാതിരിക്കുന്നില്ല. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മീതെ ഉയർന്ന നാമം തന്നെയാണ്. യേശു വലിയവനായ ദൈവം തന്നെയാണ്. പക്ഷെ മാറ്റം സംഭവിക്കേണ്ടത് നിന്റെ മനോഭാവത്തിനാണ്. യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച് യേശുവിലൂടെ അല്ലാതെ ഈ ഓട്ടം ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല എന്ന ബോധത്തോടെയാണ് നിങ്ങൾ ഓടിത്തുടങ്ങിയതെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നമായി വരികയില്ലായിരുന്നു. പിന്നെ ഈ ഓട്ടത്തിൽ രണ്ട് കാര്യങ്ങളൂടെ ഞാൻ പറയാം. ഈ ഓട്ടത്തിൽ ഹിൻഡ്രൻസസ് ഉണ്ട്, ഹഡിൽസ് ഉണ്ട്. എന്നൊക്കെയുണ്ട്? ഹിൻഡ്രൻസ് ഉണ്ട്, ഹഡിൽസ് ഉണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഓടുമ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് പോലൊരു സാധനം ഇങ്ങനെ വെച്ചേക്കും. ഓടി ഇതിനെ അപ്പുറത്ത് തന്നെ ചെയ്യണം. ആ സാധനം മാറ്റിയാലേ ഞാൻ ഓടൂ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഈ ഓട്ടം നടത്തുന്ന ആള്, ഇതിൻ്റെ ഓണർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന അത് മാറ്റിയാലേ ഞാൻ ഓടൂ, ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന തടസ്സമൊക്കെ മാറിയാലേ ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നുള്ളൂ, എന്നാലേ ഞാൻ മുമ്പോട്ട് ഓടത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി തന്നെ അത് വെച്ചേക്കുന്ന ആ പ്രശ്നം. നിങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തന്നെ ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രതികൂലമാണ്. ആ ഹഡിൽസിനെ കണ്ടോണ്ട് പുറകോട്ട് പോകല്ല, വിശ്വാസത്താൽ അതിനെ ചാടിക്കടക്കണം. റണ്ണിംഗ് ട്രാക്കിൽ കയറി നിന്നപ്പോൾ ഓടാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഓടി വന്നപ്പോഴാണ് ഫ്രണ്ടിൽ കുറെ ഹഡിൽസ് ഉണ്ടെന്ന് മനസ്സിലായേ. സ്തോത്രം. അപ്പോൾ പെട്ടെന്നൊരു ചിന്ത, എനിക്കിത് ചാടാൻ പറ്റുമോ? ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? എനിക്ക് അപ്പുറത്തെത്താൻ പറ്റുമോ? ഇത് ദൈവമേ നീ ഒന്ന് മാറ്റിത്തരണേ. ചിലർ എത്രയോ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ കർത്താവേ എൻ്റെ ഈ പ്രശ്നമൊക്കെ ഒന്ന് മാറ്റിത്തരണേ, എനിക്ക് സ്വസ്ഥമായിട്ട് നിന്നെ ആരാധിക്കാൻ. ഇല്ല, കർത്താവിനെ നീ ആരാധിക്കാൻ വേണ്ടി തന്നെയാ കർത്താവ് ഈ പ്രശ്നം ഇവിടെ വെച്ചേക്കുന്നേ. ഇത് ഓൾറെഡി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന. എത്രയോ പേരെ ഈ ഹഡിൽസ്, ഈ പ്രശ്നം, ഈ മുമ്പിൽ ഓട്ടത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ എത്രയോ പേരെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചിട്ടുണ്ടെന്ന് അറിയോ? ശക്തമായിട്ട്. പക്ഷെ യേശുക്രിസ്തു ഗെഥശമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണേ, മാനവകുലത്തിൻ്റെ പാപവും മാനവകുലത്തിൻ്റെ സകല രോഗവും ശാപവും മുഴുവൻ യേശുവിൻ്റെ മേലായപ്പോൾ ദൈവവചനം പറയുന്നു, അവൻ പ്രാണവേദനയിലായി. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഈ രോമകൂമങ്ങൾക്കിടയിലൂടെ വിയർപ്പ് വരുന്നത് പോലെ യേശുവിൻ്റെ രോമകൂമങ്ങൾക്കിടയിലൂടെ ചെറിയ രക്തധമനികൾ, ഞരമ്പുകൾ പൊട്ടി, ഭാരം, പ്രഷർ കയറിയപ്പോൾ രക്തധമനികൾ, ഞരമ്പ് പൊട്ടി, ഈ പുറത്തൂടെ രക്തം വരാൻ തുടങ്ങി. ഈ സമയത്ത് യേശു ദൈവമാണ്, അപ്പോൾ തന്നെ വേഷത്തിൽ മനുഷ്യനായിട്ടാണ് ഈ ഭൂമി വന്നേക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഇറങ്ങി വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. ശ്രദ്ധിക്കണം, യേശു ഈ സമയത്ത് വലിയ ഭാരത്തിലായപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, കർത്താവേ ഈ പ്രശ്നം ഒന്ന്, ഈ ഹഡിൽസ് ഒന്ന് മാറ്റിത്തരണേ. സ്തോത്രം. ഇത് തന്നെ യേശു പ്രാർത്ഥിച്ചു. ഉടനെ ആ സമയത്ത് വേദോസ്തം പറയുന്നു, അവനെ ശക്തീകരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. നോക്ക്, തീരുമാനം എടുക്കാനല്ല ദൂതൻ ഇറങ്ങിയത്. യേശു ഒരു തീരുമാനം എടുത്തു, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് യേശു ഒരു തീരുമാനമെടുത്തപ്പോൾ, തീരുമാനമെടുപ്പിക്കാനല്ല ദൂതൻ ഇറങ്ങിയത്, തീരുമാനമെടുത്തവനെ ബലപ്പെടുത്താൻ വേണ്ടിയാ. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാണെന്നറിയോ? നമ്മളെല്ലാവരും യേശു ആകണമെന്നല്ല, നമ്മളെല്ലാവരും യേശുവിനെ പോലെ ആകണമെന്നാ.
സ്തോത്രം. അതാ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം അതാ. നിങ്ങളെല്ലാം ആരെ പോലെ ആകണം? തൻ്റെ പുത്രനെ പോലെ അനുസരണമുള്ളവരാകണം, പുത്രനെ പോലെ താഴ്മയുള്ളവരാകണം, പുത്രനെ പോലെ ബുദ്ധിയുള്ളവരാകണം, തൻ്റെ പുത്രനെ പോലെ ആകണം. അത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28 മുതൽ 30 വരെ ഉണ്ട്. ഒന്ന് വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28 മുതൽ 30 വരെ. അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നിങ്ങൾക്ക് സുപരിചിതമാ, പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ളതാ എനിക്ക് പറയാനുള്ളത്. വായിച്ചോ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പൊ അടുത്തത്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. തന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയേ, യേശു ക്രിസ്തുവാ നമ്മുടെ ചേട്ടൻ. അനിയന്മാരല്ല ആ വഴിയെ ഓടണം. തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ, അതാണ് പറഞ്ഞത്, ആ വാക്ക് ഉപയോഗിച്ചത്, സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. ആദ്യം ഈ ട്രാക്കിലൂടെ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി കാണിച്ചു തന്നു കർത്താവ്. എന്നിട്ടാണ് നമ്മളെ ഓടാൻ വിളിച്ചേ. യേശു ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി. യേശു ഈ ട്രാക്കിലൂടെ ഓടിക്കാണിച്ചു. എങ്ങനെ ഓടണ്ടെന്ന് കാണിച്ചു, എങ്ങനെ ജീവിക്കണ്ടെന്ന് കാണിച്ചു. അതുപോലെ നീ ഓടാൻ തയ്യാറായാൽ നിനക്കും ലക്ഷ്യസ്ഥാനത്തെത്താം. അതുകൊണ്ട് പുത്രന്റെ സാദൃശ്യത്തോട് നാം അനുരൂപരാകണം. അപ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, കഷ്ടതയും പ്രതികൂലവും യേശു അലക്ഷ്യമാക്കാതെ എന്ത് ചെയ്തു? അതിനെ മുഴുവൻ സഹിച്ചു. 12-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. നിങ്ങൾ നോക്കിയേ, ഈ ഓടാൻ തുടങ്ങുമ്പോൾ ഒരു ക്ഷീണവും മടുപ്പും ഒക്കെ വരുന്നെങ്കിൽ ഓടി ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു. നിങ്ങൾ അനുഭവിച്ചതിന്റെ അപ്പുറം പ്രശ്നം യേശു അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊന്നും വിട്ട് കളഞ്ഞിട്ടില്ല. പക്ഷേ യേശുവിനെ നോക്കണം. എന്നാൽ ഇന്ന് പകൽ ചിലതൊക്കെ വിട്ട് കളയേണ്ടത് എന്തൊക്കെയാണ്, എറിഞ്ഞ് കളയേണ്ടത് എന്തൊക്കെയാണെന്ന് പറയണം. അതിനാണ് ഇവിടെ ഹിൻഡ്രൻസ് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. ഹഡിൽസ് ഉണ്ട്, ഹിൻഡ്രൻസ് ഉണ്ട്. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ പെറുകി കളയുക. തൻ്റെ പുത്രൻ എന്നാ ചെയ്ത്? കഷ്ടത എന്നാ ചെയ്തു ബ്രദറെ? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ. വിരോധം എന്നാ ചെയ്തു? യേശു സഹിച്ചു. എനിക്ക് പ്രശ്നം വേണ്ടെന്ന് യേശു പറഞ്ഞോ? അല്ലെ മാറ്റണേന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ യേശു പെട്ടെന്ന് പ്രശ്നങ്ങൾ വന്നപ്പോൾ അങ്ങ് ദൈവമായി അങ്ങ് എഴുന്നേറ്റ് ഭയങ്കര പ്രകാശത്തിലൊക്കെ ആയോ? മുഴുവൻ എന്നാ ചെയ്തു? കൈ കൊടുത്തോറ, സഹിച്ചു. ഈ ഓട്ടത്തിൽ പോരാട്ടമുണ്ട്, ഈ ഓട്ടത്തിൽ ഹഡിൽസ് ഉണ്ട്, ഈ ഓട്ടത്തിൽ നിന്ദയുണ്ട്, ഈ ഓട്ടത്തിൽ കഷ്ടതയുണ്ട്, ഈ ഓട്ടത്തിൽ പ്രശ്നമുണ്ട്. പക്ഷേ നിന്റെ കണ്ണുകൾ യേശുവിലായിരിക്കട്ടെ. നമ്മൾ കേൾക്കുവാൻ പോകുന്നത് എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. യേശു ക്രിസ്തുവിനെ നോക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. അവർ ഐസ് ഓൺ ജീസസ്. യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉറപ്പിച്ച് ആ യേശു ക്രിസ്തുവിനെ നോക്കി നമ്മൾ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് യേശുവിനെ നോക്കി നാം ഓടേണ്ടത്? എന്തിനാണ് ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുമ്പോൾ യേശുവിനെ നോക്കേണ്ടത്? കാരണം ഈ ഓട്ടം നമുക്ക് മുൻപേ ഓടി ലക്ഷ്യം കൈവരിച്ചത്, ഈ ഓട്ടം നമുക്ക് മുൻപേ ഓടി ജയിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് മാതൃക വെച്ചിട്ട് പോയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശുവിനെ നോക്കണം. ഈ ഓട്ടത്തിൽ നമ്മുടെ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെപ്പോലെ വിശന്ന്, നമ്മളെപ്പോലെ ദാഹിച്ച്, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി നമ്മുടെ കർത്താവ് തീർന്ന് ഈ ഓട്ടം ഓടി കർത്താവ് ജയിച്ചു കാണിച്ചു. ഈ യേശുവിനെ നോക്കിക്കൊണ്ടാണ് നാമും ഓടേണ്ടത്. എന്നാൽ ആ വാക്യത്തിൽ നമുക്ക് ആദ്യമേ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സകല പാപവും ഭാരവും വിട്ട് നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ ഓടണം. അപ്പോൾ ഓടുന്നതിന് മുൻപ് എന്തൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റണം? 1 പാപം, 2 ഭാരം. ഇത് രണ്ടും ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റണം. അത് സ്വയമായി മാറ്റണം. ഇത് രണ്ടും ശത്രു കൊണ്ടുവരുന്നതാണ്. പിശാചിനാൽ ഉണ്ടായതാണ് പാപവും
ഭാരവും. എന്നാൽ രണ്ടാമത്തെ ആ വാക്യത്തിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്, യേശു ക്രിസ്തു അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ എന്ത് ചെയ്തു? തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. അപ്പം അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ എന്ത് ചെയ്തു? പക്ഷേ പാപവും ഭാരവും സഹിച്ചോ? അതിനെ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അപ്പോ പിശാച് കൊണ്ടുവരുന്ന പാപ സ്വഭാവവും പിശാച് ജീവിതത്തിൽ ഇടുന്ന ഭാരവും ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അതിൻ്റെ മേൽ ജയമെടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ അപമാനവും ഈ ക്രൂശും ഈ ഓട്ടക്കാരൻ, ഇത് ഈ ഓട്ടം ഡിസൈൻ ചെയ്ത ഒരാളുണ്ട്. ഈ ഓട്ടം അദ്ദേഹമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഓട്ടം ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഈ ഓട്ടത്തിനിടയിൽ എന്തുണ്ട്? അപമാനമുണ്ട്, ഈ ഓട്ടത്തിൽ ക്രൂശുണ്ട്. ഇതിനെ രണ്ടിനെ എടുത്തു കളയാൻ പറ്റത്തില്ല. കാരണം ഈ ഓട്ടം ഡിസൈൻ ചെയ്ത ആൾ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പാപവും ഭാരവും നമ്മൾ എടുത്തു കളയണം. നമ്മളത് എടുത്തു കളയേണ്ടത് ആവശ്യമാണ്. പാപ സ്വഭാവം കൊണ്ട് വിരുദ് പ്രാപിക്കാൻ ഓടുവാൻ കഴിയത്തില്ല. വലിയ ഭാരവും വെച്ചുകൊണ്ട് ഓടാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഇത് രണ്ടും ഞാൻ ഒരു കാര്യം വാസ്തവമായി പറയാം, ഈ വലിയ ഭാരം പിശാചാ കൊണ്ടുവരുന്നത്. നാളെക്കുറിച്ചുള്ള ഭാരം, ആകുല ചിന്തകൾ, എൻ്റെ ജീവിതം എന്തായി തീരുമെന്നുള്ള മനോഭാരം സാത്താനാ കൊണ്ടുവരുന്നത്. ഇന്ന് പകൽക്കാലം ആ ഭാരത്തെ നമ്മൾ കർത്താവിൻ്റെ മുകളിലേക്ക് ഇടുക. നമ്മൾ ആ ഭാരത്തെ ചുമന്നുകൊണ്ട് നടക്കണ്ട, ആ ഭാരത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ പോകണ്ട. ഇന്ന് പകൽ ആ ഭാരത്തെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകളാ, ലേ അസൈഡ്, അതിനെ സൈഡിലേക്ക് വലിച്ചു കളഞ്ഞിട്ട് ആ ഭാരത്തെ വിട്ടുകളഞ്ഞിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. നമുക്ക് മാതൃക വെച്ച് നമുക്ക് അനുകരിക്കുവാൻ, നമുക്ക് പഠിക്കുവാൻ, നമുക്ക് നോക്കുവാനുള്ളത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ലേഖനകർത്താവായ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നത്. ആമീൻ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഇന്ന് പകൽ നമുക്ക് നോക്കാൻ കൊള്ളാവുന്നത്, നമുക്ക് പഠിക്കാൻ കൊള്ളാവുന്നത് യേശുവിനെ മാത്രമേ ഉള്ളൂ. ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ നിന്നൊരു വ്യക്തി അദ്ദേഹം തെറ്റ് ചെയ്തത് കൊണ്ട് ആ തെറ്റ് ഞാൻ ഏറ്റെടുക്കുകയല്ല. ഒരു പാസ്റ്ററെയുമല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്, ഒരു വ്യക്തിയുമല്ല ഞാൻ അനുകരിക്കേണ്ടത്. ആമേൻ. ചിലർ ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട്, എനിക്ക് ആ ശുശ്രൂഷകനെ പോലാകണം, എനിക്ക് ആ ദൈവദാസനെ പോലാകണം, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കണം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അവരെ പോലെയും ഇവരെ പോലെയും ആകാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം കുഴി വീണാൽ നിങ്ങൾ കുഴി വീഴും. എന്നാൽ കുഴിയിൽ വീഴാത്ത, തകരാത്ത, നിനക്ക് മാതൃക വെച്ച നല്ലൊരു കർത്താവുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. Praise the Lord. Fixing our eyes on Jesus. യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ കണ്ണുകളെ ഉറപ്പിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഈ ഭാരം, ഇന്ന് പകൽക്കാലം വളരെയധികം ഭാരത്തോടെ ഇവിടെ ഇരിക്കുന്നവർ വളരെയധികം ആൾക്കാരുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭാരം, അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ചയക്കുവാൻ പ്രായമായ കുഞ്ഞുങ്ങളുടെ ജീവിത പങ്കാളിയെ എങ്ങനെ ലഭ്യമാകും, അല്ലെങ്കിൽ ആ വിവാഹം എങ്ങനെ നടത്തുമെന്നുള്ള ഭാരം, വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് തലമുറകളില്ലാത്തതിനാലുള്ള ഭാരം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി അതിനകത്ത് നിൽക്കുന്ന ഭാരം. ഈ ഭാരമെല്ലാം കൂടെ മേത്ത് വെച്ചോണ്ട് നമുക്ക് ഓടാൻ കഴിയത്തില്ല. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം ദൈവമക്കളെ, ചൊവ്വ ഓടണമെങ്കിൽ, കർത്താവിന് വേണ്ടി നന്നായി പ്രയോജനപ്പെടാൻ കഴിയണമെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾക്ക് സ്ഥിരതയോടെ ഓടി ജയിക്കുവാൻ കഴിയണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ പാപവും ഈ ഭാരവും ജീവിതത്തിൽ നിൽക്കുന്ന ഈ ആവശ്യമില്ലാതെ കയറി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം, ആമീൻ, പിണക്കങ്ങളും അസൂയകളും ആമീൻ പിറുപിറുപ്പുകളും ഒക്കെ ജീവിതത്തിൽ നിന്ന് വലിച്ചു ദൂരേക്കെറിഞ്ഞ് യേശുവിലേക്ക് കണ്ണുകളെ ഉറപ്പിച്ചാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഓടുവാൻ കഴിയും. Praise the Lord. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, മാനവകുലം പാപത്തിനും ഭാരത്തിനും അധീനരായിപ്പോയി. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
എങ്ങനെയാണ് മാനവകുലം മുഴുവൻ പാപത്തിലായത്? ഈ പാപത്തിലായിരിക്കുന്ന മനുഷ്യർക്ക്, അല്ലെങ്കിൽ ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക് യേശുവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഓടുവാൻ കഴിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറയാം, മനസ്സിലാകുന്ന രീതി പറയാം. വളരെയധികം തെറ്റുകൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്ത പല പാപത്തിലും കുരുക്കിലും ചാടിയിട്ട് ഞായറാഴ്ച രാവിലെ ഇതും വെച്ചോണ്ട് ഇവിടെ വന്ന് നിന്നാൽ നിനക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഭാര്യയുമായി മുട്ടനടിയും കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന സഹോദരന് മനസ്സ് തുറന്ന് ആരാധിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഏറ്റുപറയേണ്ട ചിലതിനെ ഏറ്റുപറഞ്ഞ്, ഉപേക്ഷിക്കേണ്ട ചിലതിനെ ഉപേക്ഷിച്ച് ആ പാപത്തെക്കുറിച്ച് അനുദപിച്ചാൽ നിങ്ങളങ്ങ് സ്വതന്ത്രരാകുക. അതിനകത്ത് അത്ഭുത വിടുതല. ഈ പാപത്തിൻ്റെ ഭാരം, ഈ പാപവും എന്നാ വിടണ്ടേ? പാപം വരുന്നോണ്ടാ എന്നാ വരുന്നേ? ഭാരം വരുന്നേ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാവോ? അതുകൊണ്ട് ഈ പാപ സ്വഭാവം ജീവിതത്തിൽ നിന്ന് മാറി ദൈവം ആഗ്രഹിക്കുന്ന ആ വിശുദ്ധിയുടെ ലെവലിലേക്ക് നിങ്ങൾ വരുവാനിടയായാൽ നിശ്ചയമായും നിങ്ങളുടെ ഭാരവും മാറിയിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നോക്ക്, യേശു നമുക്ക് മുൻപായി മാതൃകയായി നമുക്ക് മുൻപേ ഈ ഓട്ടം ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി. കർത്താവ് ഒരു പയനിയറായി, ഈ പയനിയർ വർക്ക് എന്ന് പറഞ്ഞാൽ ആ തുടക്കം എന്നുള്ള പോലെ ഒരു പയനിയറായി നമുക്ക് മുൻപിലൂടെ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി. ഇപ്പോൾ അതേ ട്രാക്കിലാണ് നമ്മളും നിൽക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാവോ? പക്ഷെ ഒരു കാര്യം സത്യമാണ്, അപമാനവും എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്? ക്രൂശും. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പകൽ ചിന്തിക്കാനുള്ളത്, അപമാനവും ക്രൂശും. ഇത് രണ്ടും ഈ ഓട്ടക്കാരൻ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മളെ എല്ലാവരുടെയും ലക്ഷ്യം എന്നാണെന്നറിയാം, എങ്ങനെയാലും എന്നാ മാറണം? ഈ അപമാനം, ഈ പ്രാർത്ഥനയ്ക്ക് വന്നതിൻ്റെ പേരിലും ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിലും എൻ്റെ അപമാനം ഒന്ന് മാറി എന്നെ പറഞ്ഞവനെ ദൈവം ഒന്ന് കാണിച്ചു കൊടുക്കണം എൻ്റെ ദൈവം ആരാന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായും പ്രിയമുള്ളവരെ, ഈ ക്രൂശും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, ഈ അപമാനവും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇത് രണ്ടും നമ്മളെ ഈ ട്രാക്കിനകത്ത് കയറ്റിയവൻ തന്നെ സെറ്റ് ചെയ്തതാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാവോ? ഹല്ലേലൂയ. ഇതിനൊരു ബൈപ്പാസ് ഇല്ല. എന്നാ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ടൗണിൽ ടച്ച് ചെയ്യാതെ പെട്ടെന്ന് ട്രാഫിക് ഒന്നും ഇല്ലാതെ ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ബൈപ്പാസ്. അതിലൂടെ വലിയ വണ്ടികളൊന്നും കാണത്തില്ല. ടൗണിൽ ടച്ച് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ പട്ടണത്തിൻ്റെ മനോഹാരിതയൊന്നും കാണാൻ പറ്റുകയില്ല. ഞങ്ങൾ ബാംഗ്ലൂരിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കോയമ്പത്തൂരിലൂടെയും മറ്റതുപോലത്തെ സേലത്തൂടെയൊക്കെ പോകുന്നത്. പക്ഷേ ടൗണിലെങ്ങും വണ്ടി ടച്ച് ചെയ്യത്തില്ല, ബൈപ്പാസ് വഴി വിട്ടുപോവുക. കോയമ്പത്തൂരിൻ്റെ മനോഹാരിതയോ സേലത്തിൻ്റെ പട്ടണത്തിൻ്റെ ഇരിപ്പോ ഒന്നും കാണാൻ പറ്റത്തില്ല. ബൈപ്പാസിലൂടെ കയറി പോകുന്നവന് ആസ്വദിച്ച് പോകാൻ പറ്റത്തില്ല, വിട്ടുപോകാനേ പറ്റത്തുള്ളൂ. ആസ്വദിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടാകണമെങ്കിൽ ബൈപ്പാസ് പറ്റുകയില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്രൂശും ഈ അപമാനവും ജീവിതത്തിൽ അവൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രതികൂലമൊന്നുമില്ലെങ്കിൽ, പ്രശ്നമൊന്നുമില്ലെങ്കിൽ, അപമാനമൊന്നുമില്ലെങ്കിൽ പിന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സുഖം എന്നാ? ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു സുഖം അതിനകത്ത് വരുന്നില്ല, ആ ഒരു സന്തോഷം അതിനകത്ത് വരുന്നില്ല. ഇതെല്ലാം ഈ ഓട്ടക്കളത്തിൽ നമ്മൾ കയറുന്നതിന് മുൻപേ നമുക്ക് വേണ്ടി അവനിത് ഡിസൈൻ ചെയ്ത് വെച്ചതാ. ഓർക്ക, യേശു അപമാനത്തെയും ക്രൂശിനെയും മാറ്റിയില്ല. അപമാനവും ക്രൂശും അവൻ സഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപമാനത്തെ അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു അതിനെ മൈൻഡ് ചെയ്യാൻ പോയില്ല, പക്ഷെ ക്രൂശിനെ അവൻ സഹിച്ചു. ഇത് രണ്ടും ഈ ഓട്ടക്കളത്തിലുണ്ട്. ഇതുണ്ട്. വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ അപവാദമുണ്ട്, അപമാനമുണ്ട്, പള്ളിയിൽ നിന്ന് മുടക്കുണ്ട്, നാട്ടുകാരിൽ നിന്ന് എതിർപ്പുണ്ട്, വ്യക്തികളിൽ നിന്ന് പ്രതിസന്ധി ഉണ്ട്. ഇതിനകത്തുള്ളതാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് മുൻപേ ഇത് ഓടി ജയിച്ച ഒരു കർത്താവ് നിനക്ക് വേണ്ടി ഉണ്ട്. നിനക്കും ഇതിൽ ജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു എന്തെല്ലാം അപവാദങ്ങൾ കേട്ടു. നമുക്ക് മുൻപേ ഓട്ട ഓടി മാതൃക കാണിച്ചാരാ? യേശു അപമാനത്തെ എന്നാ ചെയ്തെന്ന് എഴുതിയിരിക്കുന്നേ? അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത് അതിനെ ശ്രദ്ധിച്ചില്ല, കർത്താവ് അതിനെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്.
ചേർന്ന് ദൈവത്തെ സ്തുതിക്കാവോ? യേശുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ അപവാദം, ഇപ്പം നമ്മളെക്കുറിച്ച് പറയുന്നത് തോമസ് അച്ചാൻ്റെ മകൻ അല്ലെങ്കിൽ ഇന്നാരുടെ മകൻ, നമ്മുടെ പിതാവിനെ കൂട്ടിയാണ് നമ്മൾ പലരെയും അറിയപ്പെടുന്നത്. സ്തോത്രം, ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജോർജ് വർഗീസ് അച്ചാൻ്റെ മകൻ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്നാണെന്നറിയാമോ? മറിയയുടെ മകൻ എന്നാ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ആ ജനനത്തിൽ ജനം മുഴുവൻ, കാരണം അവിവാഹിതയായ വിവാഹം ചെയ്യാത്ത ഒരു സ്ത്രീയുടെ ഉദരത്തിലാണ് യേശു ജനിച്ചത്. കർത്താവ് പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മറിയയുടെ ഉദരത്തിൻ്റെ പരിമിതിക്കുള്ളിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഇഷ്ടത്തിലല്ല, പരിശുദ്ധാത്മാവിൽ യേശു ജനിച്ചു. എന്തിനു വേണ്ടിയ പരിശുദ്ധാത്മാവിൽ യേശു ജനിച്ചത്? ഒരു സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൽ ഒരു പുരുഷനുമായി ബന്ധമില്ലാതെ മറിയയുടെ ഉദരത്തിൽ യേശു ജനിച്ചത്? മനുഷ്യൻ്റെ രക്തത്തിന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയില്ല, കാരണം മനുഷ്യർ മുഴുവൻ പാപത്തിലായി കിടക്കുകയാണ്. ആദം തുടങ്ങി സകല മനുഷ്യരുടെയും രക്തം പാപത്തിലല്ലയോ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് എന്ന് ദാവീദ് പറയുമ്പോൾ തന്നെ മാനവകുലം മുഴുവൻ, മനുഷ്യൻ മുഴുവൻ പാപത്തിലാണ് ജനിച്ചത്. എന്നാൽ പാപത്തിൽ ജനിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പാപമില്ലാത്തൊരു രക്തം വേണം. ആ പാപമില്ലാത്ത രക്തം ഉണ്ടാകണമെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ജനനം പാടില്ല. അതുകൊണ്ടാണ് വേഷത്തിൽ മനുഷ്യനായി അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വരുവാനിടയായത്. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ഇവൻ മറിയയുടെ മകനല്ലയോ? സ്തോത്രം. ഇവന്റെ പിതാവ് ആരാണ് എന്നൊരു വലിയ അപവാദം യേശുവിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആരെങ്കിലും നിങ്ങളെ കളിയാക്കുമ്പോൾ, വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിലോ ആരാധിക്കാൻ പോയതിൻ്റെ പേരിലോ സ്നാനപ്പെട്ടതിൻ്റെ പേരിലോ ഈ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിലോ ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾക്ക് മാതൃക യേശുവാണെന്ന് മറന്നു പോകരുത്. ഈ 30 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തു ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. നിന്റെ പിതാവാരാ? നീ മറിയയുടെ മോനല്ലയോ എന്നൊക്കെ ചോദിച്ചപ്പം യേശു പെട്ടെന്ന് അങ്ങോട്ട് രൂപമൊക്കെ മാറി അവനെ ഒന്നും കരിച്ചു കളയാനൊന്നും പോയില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പെട്ടെന്ന് അങ്ങ് തേജസ്സിനകത്തായി ഞാൻ ആരാന്നറിയാമോ ഇപ്പൊ കാണിച്ചു തരാമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. ഈ 30 വർഷവും കർത്താവ് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. എന്നാൽ 30ാമത്തെ തിരുവയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു ക്രിസ്തു സ്നാനമേൽക്കുവാൻ ഇറങ്ങി വരുമ്പോൾ ഇവന്റെ അപ്പനാരാ? ഇവൻ മറിയയുടെ മകനല്ലയോ എന്നൊക്കെ വിമർശിച്ചുകൊണ്ട് പള്ളിപ്രമാണികളും പരീശന്മാരും സദൂക്യന്മാരും പടയാളികൾ കൂടി നിൽക്കുമ്പോൾ ഇതിനുത്തരം യേശുവല്ല പറഞ്ഞത്. ഇവർ കേൾക്ക സ്വർഗം തുറന്നേച്ച് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഉത്തരം പറയുന്നത് സ്വർഗമാണ്. അപമാനം കേൾക്കുന്നവരെ, യേശുവിന് വേണ്ടി അപവാദം സഹിക്കുന്നവരെ, പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും പീഡനങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയ സഭാവിശ്വാസികളെ, എൻ്റെ സഹോദരങ്ങളെ, ഒന്നിനും ഉത്തരം പറയാൻ നിങ്ങൾ പോകണ്ട. യേശുവിനെ പോലെ ആ അപമാനത്തെ അലക്ഷ്യമാക്ക, അതിനെ ശ്രദ്ധിക്കാൻ പോകണ്ട. നിനക്ക് വേണ്ടി സ്വർഗം ഉത്തരം പറയുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ ക്രിസ്തീയ ജീവിതത്തിനകത്തുള്ളതാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതലുള്ള വാക്യം. യെസ്, വേഗത്തിൽ. 1 പത്രോസ് 4:12 മുതൽ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ എന്നാ ചെയ്യരുത്? അതിശയിച്ചു പോകരുത്. കേട്ടാട്ടെ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ
നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യം ലഭിച്ചവരെല്ലാം ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ, തുള്ളാൻ പോയെന്ന് പറഞ്ഞാലോ, പെന്തക്കോസുകാരാന്നൊക്കെ വിളിച്ചാലോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലോ ഇങ്ങനെ പറഞ്ഞാലോ ഒന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ എന്നാ ചെയ്യണം? അടുത്തിരിക്കുന്ന കൈ കൊടുത്തോളാം, സന്തോഷമായിട്ടിരിക്കാൻ പറ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ. അതാ ഷിനു ബ്രദർ പറഞ്ഞേ, യേശുവിനെ അറിഞ്ഞെന്നുള്ള ബമ്പർ ലോട്ടറിയാണ് ഞങ്ങൾക്ക് അടിച്ചേക്കുന്നേ. ആ ഭാഗ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചേക്കുന്നേ. ഭാഗ്യവാന്മാർ. ആ മഹത്വത്തിന്റെ ആത്മാവായ, ചുമ്മാതല്ലി നിന്ന ഈ അപവാദവും പ്രശ്നവും വെറുതെയല്ല, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നോണ്ടായി പ്രശ്നം മുഴുവൻ. അടുത്ത വാക്യം, നിങ്ങളിൽ ആരും കുലപാതകനോ, നിങ്ങൾ ആരെയും കൊന്നോണ്ടോ, കള്ളനോ, കള്ളത്തരം കാണിച്ചോണ്ടോ, ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടൊന്നുമല്ല കഷ്ടം സഹിക്കേണ്ടത്. പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ട്, കാര്യത്തിൽ ഇടപെടാൻ പോയിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തോറ, ഇപ്പോഴാ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികളായ ക്രിസ്ത്യാനികൾക്ക് എന്തുണ്ട്? പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പക്ഷേ അവർ ഭാഗ്യവാന്മാരാന്ന കർത്താവിന്റെ വചനം പറയുന്നേ. യേശുവിനെ മറിയയുടെ മകനെന്ന് വിളിച്ചു. 2, ഒരാളുടെ ആ ജെന്യുവിനായിരിക്കുന്ന വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെ ശുശ്രൂഷ ചോദ്യം ചെയ്താൽ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുത്തെ ബ്രദർ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കാതെ വളരെ ആത്മാർത്ഥതയോടെ ആ കീബോർഡ് വായിക്കുക. എന്നാൽ ഈ യോഗം അങ്ങോട്ട് കഴിഞ്ഞേച്ച് ഞാൻ ചെന്ന് പറയുക, ഇന്ന് കീബോർഡ് വായിക്കാൻ, ഇന്ന് മുഴുവൻ വായിച്ചത് തെറ്റായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിശ്വസ്തത ചോദ്യം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമോ? ചേർന്ന ദൈവത്തെ സ്തുതിക്കാവോ? യേശു കർത്താവ് ശുശ്രൂഷിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇവൻ ഭൂതത്തെ കൊണ്ടാണ് ശുശ്രൂഷിക്കുന്നതെന്ന്. ചേർന്ന കർത്താവിനെ സ്തുതിക്കാവോ? ഇന്നും അങ്ങനെ പറയുന്ന ഒത്തിരി അച്ചായന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാ ഭൂതത്തെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ ആരാധനയോ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? നിനക്ക് മുൻപേ യേശു ഈ ട്രാക്കിൽ ഓടിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് ചൊല്ലി നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടോ? യേശു നിനക്ക് മുൻപേ ഇത് ഓടിയതാ. കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ മെയിൻ പോയിന്റ്സിലേക്ക് വരാം, നമുക്ക് ഒത്തിരി വിഷയങ്ങളൊന്ന് ചിന്തിക്കാനുണ്ട്. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ സമയത്ത് കർത്താവിനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് നേരിട്ടുണ്ട്. ധൂമ്രവസ്ത്രം. ഈ ധൂമ്രവസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചിന്ത എന്നാണെന്നറിയാമോ? ഏതാണ്ട് അങ്ങ് വലിയ കൂടിയ സാധനമാണ് ധൂമ്രവസ്ത്രം. ധൂമ്രവസ്ത്രം എന്ന് പറഞ്ഞാൽ കോമാളികൾക്കിടുന്ന വസ്ത്രം എന്നാണ്. കോമാളികൾ. പ്രൈസ് ദി ലോർഡ്. ഈ ഹൗസ് കോട്ട് പോലെ ഇരിക്കുന്ന ചുമന്ന തരത്തിൽ കോമാളികളൊക്കെ ഇടുന്ന പോലത്തെ ഒരു വസ്ത്രം, അതാ ധൂമ്രവസ്ത്രം. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ ധൂമ്രവസ്ത്രം യേശുവിനെ ഇട്ട് ചുമ്മാ അടിച്ചും മുറിവേൽപ്പിച്ചും വഴിയിലൂടെ കളിയാക്കിയും തുപ്പിയും പരിഹസിച്ചും ഒക്കെ യേശുവിനെ കൊണ്ടുപോയേ. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത്, അവൻ ക്രൂശിനെ സഹിച്ചു. ചേർന്ന് പറഞ്ഞാൽ സഹിച്ചു. പ്രശ്നങ്ങൾ വരുമ്പോൾ പിറുപിറുക്കുക അല്ല, അതിനെ കുറ്റം പറയുകയല്ല. ചില പ്രതികൂലങ്ങൾ, ചില ക്രൂശിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ അലക്ഷ്യമാക്കി, അതിനെ അത് എനിക്കുള്ളതല്ല എന്ന് ചിന്തിക്കുകയല്ല. ഇത് ദൈവം ഈ പ്രതിസന്ധിയിലൂടെ ഞാൻ പോകേണ്ടതാ, ഇതിനകത്തൂടെ പോയി കഴിയുമ്പോൾ എനിക്കൊരു ജയമുണ്ടെന്നുള്ള ചിന്ത ഭരിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ ഓട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് പകൽ എനിക്ക് നിങ്ങൾക്ക് നൽകി തരുവാനുള്ള അതിപ്രധാനപ്പെട്ട ഒരു ആലോചന എബ്രായർ 12:2-3 അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: ക്ഷീണിച്ചു പോകരുത്. അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് വായിച്ചാട്ടെ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ. ഈ ഓട്ടത്തിൽ എന്തു വരാനുള്ള സാധ്യതയുണ്ട്? അടുത്ത് ചെയ്യുന്ന കൈ കൊടുത്തോറ, എല്ലാ ക്ഷീണവും ഓട്ടെന്ന് പറ.
കരമുയർത്തിയെന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ആ കരമൊന്ന് അടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞേ. നിങ്ങളുടെ ഉള്ളിൽ എന്നാ ഉണ്ടാകരുത്? ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. ക്ഷീണിച്ചു പോകരുത്. നോക്ക്, വിശ്വാസത്തിൽ വന്നു, കർത്താവിനെ അറിഞ്ഞു, അല്ലെങ്കിൽ ആരാധനയെ പങ്കെടുത്തു, എല്ലാ വഴിക്കൂടെയും പ്രശ്നം. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാവോ? അപ്പോൾ എന്നാ വരാനുള്ള സാധ്യതയുണ്ട്? വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാൻ ഉള്ള സാധ്യതയുണ്ട്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? അല്ലെങ്കിൽ വളരെ നാളുകളായി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥിച്ചിട്ടും ആ വിഷയത്തിൽ വിടുതൽ ലഭ്യമാകാതിരിക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വചനം ഈ ഓട്ടക്കളത്തിൽ നിൽക്കുന്നവരോട് മുന്നമേ കർത്താവിൻ്റെ പരിശുദ്ധാത്മ പറയുന്ന ആലോചന, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ഒന്നിൻ്റെ മുമ്പിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. പള്ളിക്കാർ നിങ്ങൾക്കെതിരായെന്ന് വരാം, സമുദായങ്ങൾ നിങ്ങൾക്കെതിരായെന്ന് വരാം, വ്യക്തികൾ നിങ്ങൾക്കെതിരായെന്ന് വരാം, നാട്ടുകാർ നിങ്ങൾക്കെതിരായെന്ന് വരാം, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്നവർ പോലും ഇന്ന് നിങ്ങളുടെ ശത്രുക്കളായെന്ന് വരാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. യെസ്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയത്. അബ്രഹാമിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. തനിക്ക് ഏകദേശം 100 വയസ്സുള്ള സമയത്ത് തന്റെ ശരീരം നിർജീവമായി പോയി. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും. നോക്ക്, താനും സാറയും ഇനി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിയില്ല എന്നവർക്ക് നന്നായിട്ടറിയാം. ഞാൻ പറയട്ടെ, വിവാഹം കഴിഞ്ഞിട്ട് 70 വർഷമായി കുഞ്ഞുങ്ങളില്ലെന്നും പറഞ്ഞ് ആരും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 100 വയസ്സുള്ള ഒരു അപ്പച്ചനും ഏകദേശം 90 വയസ്സുള്ള ഒരു അമ്മച്ചിയോട് ഞങ്ങൾക്ക് തലമുറകളില്ല വാസ്തവ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയുന്നതിന് അർത്ഥം പിടികിട്ടുന്നോ? ഇത് തന്നെയാണ് അബ്രഹാമിന് സാറയ്ക്ക് ഉണ്ടായത്. അവരുടെ സാറയുടെ ഗർഭപാത്രം ചുരുങ്ങിപ്പോയെന്ന് അബ്രഹാമിന് അറിയാം. താൻ ഒരു പടുക്കളവനായെന്ന് അവർക്കറിയാം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കണ്ടോ? ശാരീരികമായി അവർ ക്ഷീണിച്ചു, മാനസികമായി അവർ ക്ഷീണിച്ചു, ശരീരത്തിന്റെ ബലത്തിൽ അവർ ക്ഷീണിച്ചു, പക്ഷേ വിശ്വാസത്തിൽ അവർ ക്ഷീണിച്ചു പോയില്ല. ഇന്ന് പകലിൽ സാമ്പത്തിക മണ്ഡലം അല്പ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. കുഞ്ഞുങ്ങളുടെ ഭാവി ഒരു ക്ഷീണിച്ച അവസ്ഥയിൽ പോകുകയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ക്ഷീണിച്ചവനെ പോലെ, ഇനി നടക്കുവാൻ ഓടുവാൻ കഴിയാത്തവനെ പോലെ, തളർന്നവനെ പോലെ നീ ആയിരുന്നാലും നീ വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരുന്നാൽ നിനക്കൊരു ജയമുണ്ട്. ചേർന്ന് കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ നിമിത്തം നമ്മൾ ക്ഷീണിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഇത് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ലൈഫാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ ആൾക്കാർ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമോ, ഇന്നിവിടെ വലിയ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ കൂടിയും എന്തെങ്കിലും ഒരു പ്രയാസമോ ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ 2 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അങ്ങനെ അനുഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടന്നാൽ പിന്നെ അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറ്റുകയില്ല. സിൻസിയറായിട്ടൊന്ന് കര ഉയർത്തിയിട്ടവർ ആ ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ നിൽക്കും. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമ്മളങ്ങ് ക്ഷീണിച്ചു പോകും. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നിന്നെ ഇത്രത്തോളം ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് എന്നതായി ഈ പ്രതിസന്ധി എന്നോർത്ത് ക്ഷീണിച്ചു പോകാൻ ഉള്ള സാധ്യതയുണ്ട്. ഞാൻ പറയാം, ബാങ്ക് ബാലൻസ് ക്ഷീണിച്ചാലും പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ആമേൻ. നാട്ടുകാർ മുഴുവൻ കുത്തുവാക്കുകൾ പറഞ്ഞ്, ഞാനീ പറയട്ടെ, ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പം മദ്യപിച്ച്, ഞാൻ പറയുന്ന ഒരു റിയാലിറ്റിയാണ്, മദ്യപിച്ച് കള്ളു കുടിച്ച് ഓടെ കിടക്കുമ്പം ആരും തിരിഞ്ഞു നോക്കാൻ വരികയില്ല. വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലാതെ തൂങ്ങിച്ചാവാനിരുന്നതോ അല്ലെങ്കിൽ വിഷം അടിക്കാതിരുന്നത് അപ്പോഴാണ് യേശുവിനെ അറിഞ്ഞ്. ആ വിഷം അടിക്കാതിരുന്ന സമയത്തൊന്നും ആരും അന്വേഷിക്കാൻ വന്നില്ല.
പക്ഷെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ്, ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അച്ചാൻ മദ്യപിക്കുന്നില്ല, മക്കൾ സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാം കൊണ്ടും ദൈവം വിവിധ തരത്തിൽ മാനിക്കാൻ ഇടയായപ്പോൾ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും ഇങ്ങനെയുള്ള ആരാധനയിൽ പോകരുതെന്ന് പറയാനും ദാ വരുന്നു കുറേ എണ്ണം ആ സമയത്ത്. പ്രൈസ് ദി ലോർഡ്. മരിക്കാനിരുന്നപ്പോൾ അവർക്ക് വരണ്ടായിരുന്നു, അടിച്ച് വിറ്റായി ഓടെ കിടന്നപ്പോൾ അവർക്ക് വരണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച പള്ളിയിൽ പോലും പോകാതെ സിനിമയ്ക്ക് പോയപ്പോൾ അവർക്ക് വരണ്ടായിരുന്നു. ഈ യേശുവിനെ അറിഞ്ഞ് ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഇവരെ പിശാച് വിടുന്നതാ. എന്തിനാണെന്നറിയോ? നിന്നെ ക്ഷീണിപ്പിക്കാൻ. അപ്പോൾ അതിൻ്റെ നടുവിൽ നീ ക്ഷീണിച്ചു പോകാതെ അവിടെയും ജയമെടുക്കുന്നവർ കരമൊന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിന്നെ ക്ഷീണിപ്പിക്കാൻ, ഹല്ലേലൂയ, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് നിന്നെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ ബൈബിൾ പറയുന്നു, ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ ആർമിയിലായിരുന്ന ഒരു പ്രിയച്ച ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യം. അദ്ദേഹം ഒരു യാഥാസ്ഥിതികമായ ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ പള്ളിയുമായി ഇടവകയുമായി അദ്ദേഹത്തിന് അവരുടെ കുടുംബപരമായ വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് ഇദ്ദേഹം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല, കുഞ്ഞുങ്ങളും കുടുംബവും കൂടെ സ്വസ്ഥതയില്ല. എന്നും മദ്യപിച്ച് വീട്ടിലെന്നും അടിയും വഴക്കുമാണ്. ഒരു കുഞ്ഞു പോലും ആ വീട്ടിൽ നിന്ന് വരികയോ അവരെയൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. കാരണം പുള്ളിയെ എഴുതി തള്ളിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങാരിനി ആയുസി നന്നാകുകയെന്ന് പറഞ്ഞ് എഴുതി തള്ളിയതാ. 6-6:30 മണിയാകുമ്പോൾ ബാറിലോ കളിഷാപ്പിലോ കയറി കുടിച്ച് നടക്കാൻ പോലും കഴിയാതെ ഏതെങ്കിലും കടയുടെ മുമ്പിലോ ഏതെങ്കിലും പോസ്റ്റിൻ്റെ ചുവട്ടിലോ ഒക്കെ പുള്ളി കിടക്കും. രാത്രി കമ്പോളം എല്ലാം ഒഴിയുമ്പം 10-11 മണിയാകുമ്പം പിള്ളേർ ഓട്ടോ വിളിച്ചുകൊണ്ട് വന്ന് ഇതിനകത്ത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടിടും. ഇങ്ങനെ ഇരുന്ന മനുഷ്യനാ. ഒരു കുഞ്ഞു പോലും, ഇദ്ദേഹം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാ, ഒരു കുഞ്ഞു പോലും ഇദ്ദേഹത്തെ അന്വേഷിക്കാൻ വന്നില്ല. പക്ഷേ നമ്മുടെ ശുശ്രൂഷയിൽ അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് കൗൺസിലിംഗ് കൊടുത്തു, പ്രാർത്ഥിച്ചു. യേശു കർത്താവ് അദ്ദേഹത്തെ തൊട്ടു. അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതലായി. ആ ആൻറ്റി ഞങ്ങൾ ആ വീട് വിസിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്, പാസ്റ്ററെ ഇന്ന് എൻ്റെ വീട്ടിൽ സ്വർഗ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ മനുഷ്യൻ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട് ഇവിടെ 1 മാസമായിട്ട് ആരാധനയ്ക്ക് വന്ന് ടി വിയിലൂടെ അങ്ങാണ്ട് ആരോ പുള്ളി ഇവിടെ ഇരിക്കുന്ന കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഈ പുള്ളിക്കാരൻ്റെ പള്ളിയിലുള്ളവരെല്ലാം കൂടെ അവിടെ ചെന്നു. അവർ പറഞ്ഞ വാക്ക് ഇദ്ദേഹം എന്നോട് പറഞ്ഞതാ, നീ കള്ളു കുടിച്ചാലും വേണ്ടില്ല അവിടെ പോവല്ലേ എന്ന്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു, ഇത് നിന്നെ നന്നാക്കാനുള്ള ഇടപാടല്ല, ഇത് നിന്നെ നശിപ്പിക്കാനുള്ള ഇടപാടാ. പ്രൈസ് ദി ലോർഡ്. നീ കള്ളു കുടിച്ചാലും വേണ്ടില്ല, നീ തകർന്നാലും വേണ്ടില്ല, നീ ഞങ്ങൾ പറയുന്ന പിശാചിൻ്റെ വഴി നിൽക്കണം. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുക, ശത്രുവേ നിന്റെ മുമ്പിൽ ഇനി ഞങ്ങൾ പരാജയം സമ്മതിക്കത്തില്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല, ഞങ്ങൾ തളർന്നു പോകത്തില്ല. ഞങ്ങൾ അറിഞ്ഞത് സത്യമാ, ഞങ്ങൾ കണ്ടത് സത്യമാ, ഞങ്ങൾ അനുഭവിച്ചത് സത്യമാ. ഇനി യേശുവിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ജീവിക്കത്തില്ല. സ്തോത്രം. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, സാറയുടെ ഗർഭപാത്രം ചുരുങ്ങിയെന്നും. വായിച്ചാട്ടെ, വാക്യം വായിച്ചാട്ടെ. അബ്രഹാം എന്നാ റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-20 വാക്യം. യെസ്. അവൻ ഏകദേശം 100 വയസ്സിനുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ നോക്ക, വിശ്വാസത്തിൽ എന്നാ ചെയ്തില്ല? അടുത്തിരിക്കുന്ന ഒന്ന് ബലത്തോടെ പറ, ക്ഷീണിച്ചില്ല. എന്നാത്തിൽ ക്ഷീണിച്ചില്ല? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പകൽ ഈ സഭായോഗത്തിൽ ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? സാമ്പത്തിക മേഖലയിലോ സമുദായങ്ങളുടെ ഇടയിൽ നിന്നോ വ്യക്തികളുടെ ഇടയിൽ നിന്നോ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ നിലവാരത്തെ, നിങ്ങളുടെ സന്തോഷത്തെ ക്ഷീണിപ്പിക്കുന്ന, മനസ്സിനെ മടുപ്പിക്കുന്ന തരത്തിൽ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് ആത്മാവ് ഇന്ന് ഇടപെടുന്നത്, ഈ ഒരാഴ്ചക്കാലം അതിൻ്റെ മേൽ നീ ജയമെടുക്കുന്ന ആഴ്ചയായി, അതിൻ്റെ മേൽ നീ വിടുതൽ. യെസ്, കരമൊന്ന് അടിച്ച് കർത്താവിനെ ക്ഷീണിപ്പിക്കാൻ. ഉടര ബലബ ശംബര ജീവൽക്കമന ഹത്തര വൈഡകസിയാന ചുബൽക്കമ
ഇല്ല, യേശു എന്റെ കൂടെ ഉള്ളതിനാൽ, ഞാൻ യേശുവിലേക്ക് നോക്കിയിരിക്കുന്നതിനാൽ എന്നെ ക്ഷീണിപ്പിക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. സ്തോത്രം. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. രാവിലെ ആരാധനയ്ക്ക് പോകുവാൻ താല്പര്യപ്പെട്ട് എഴുന്നേൽക്കുമ്പോഴും എനിക്ക് നന്നായിട്ടറിയാം, തിങ്കൾ മുതൽ ആമേൻ ശനിയാഴ്ച രാവിലെ വരെ ഇല്ലാത്ത പ്രശ്നം ഞായറാഴ്ച രാവിലെ കയറി വരികയാ. അതുവരെ വഴക്കുണ്ടാക്കാത്ത ആൾ വഴക്കുണ്ടാക്കുക, അതുവരെ കോപം വരാത്ത ആൾക്ക് കോപം വരിക. എന്താണെന്നറിയാമോ? നിന്നെ ആരാധനയിൽ ക്ഷീണിപ്പിക്കാൻ. എന്നാൽ അതിനെ ജയിച്ചോണ്ടാ നമ്മൾ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നേ. അതിനെ ജയിച്ചോണ്ടാ ഇവിടെ വന്നിരിക്കുന്നേ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്നെ ക്ഷീണിപ്പിക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അവിശ്വാസത്താൽ, ആ വാക്യം വായിക്കണം. സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. വിശ്വാസത്താൽ ശക്തിപ്പെടണം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. വിശ്വാസത്താൽ ശക്തിപ്പെടണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെ എന്നാ ചെയ്യണം? നമുക്ക് ശക്തി തരുന്നതാ നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, രോഗത്തിൻ്റെ ആ ഭാരവുമായി അല്ലെ വലിയ വലിയ പ്രശ്നമായിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ആ ബ്ലഡ് ക്യാൻസർ മാറിയതും ആ കുഞ്ഞിൻ്റെ കയ്യിൽ അലർജി മാറിയതും ആ അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങൾ കേട്ടപ്പോൾ എത്ര പേർ ഉള്ളിലൊരു വലിയ ബലമുണ്ടായി. അപ്പോൾ വിശ്വാസത്തിന് നമ്മളെ എന്ത് ചെയ്യാൻ കഴിയും? അടുത്തിരിക്കുന്ന കൈ കൊടുത്തോടെ ശക്തിപ്പെടുത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്ക, വാഗ്ദത്തത്തിൽ എന്ത് ചെയ്തില്ല? സംശയിച്ചില്ല. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, ദൈവം പറഞ്ഞതിൽ സംശയിക്കല്ലേ എന്ന് പറ. ദൈവം പറഞ്ഞതിൽ ഒന്നും സംശയിക്കല്ലേ എന്ന് പറ. നമുക്കൊട്ടും കുറവില്ലാത്ത, നമുക്ക് ഓട്ട്സൈലായിട്ടുള്ളൊരു കാര്യമാണ് സംശയം. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ എന്നാ ചെയ്തില്ല? ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ എന്നാ ചെയ്തു? ശരിക്കും പറഞ്ഞ ദൈവം നൽകുന്ന ആലോചനകൾ, പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ നമ്മളെ ബലപ്പെടുത്തുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേഴ്സിനകത്ത് പൈസ ഒന്നുമില്ല, ചില കാര്യങ്ങൾക്ക് വേണ്ടി നോക്കും, 1 രൂപ പോലും ഇല്ലാതെ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാനിങ്ങനെ മനസ്സിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ഓർക്കും. സ്വന്തമായിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് തരുമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. പേഴ്സിനകത്ത് 10 രൂപ പോലും ഇല്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 ഒരു വാക്ക് പോലും ചൊവ്വേ നേരെ പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് ലോക രാജ്യങ്ങളെ ഉണർത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, എത്ര പേരുടെ ജീവിതത്തിൽ ഒന്ന് തളരുന്നെന്ന് തോന്നുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷീണം ജീവിതത്തിൽ വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രയാസം മനസ്സിലോട്ട് ഓടി വരുമ്പോൾ, ആ വാഗ്ദത്തം ദൈവം പറഞ്ഞ പ്രോമിസുകളെ ഒന്ന് ഓർത്താൽ അവിടെ എന്ത് പറയുന്നേ, ഒരു വലിയ പവർ അങ്ങോട്ട് ഇടിച്ചിറങ്ങുക മേളിലോട്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമീൻ. കടഭാരത്താൽ ഞാൻ തകരുമോ എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വരുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ഞാൻ വായ്പ മേടിക്കുമെന്നല്ല, വായ്പ കൊടുക്കുമെന്നാണ്. ഹല്ലേലൂയ. രോഗത്താൽ ഞാൻ തകരുമോ എന്നുള്ള ചിന്ത വരുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞേക്കുന്ന, ഞാൻ രോഗത്താൽ തകരുമെന്നല്ല, ഞാൻ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരുമെന്ന. ഇന്ന് പകൽക്കാലം ഒന്നിൻ്റെ മുമ്പിൽ പതറിപ്പോകാതിരിക്കണമെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഓർത്താട്ടെ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തുമ്പോൾ, ലോകം മുഴുവൻ നിങ്ങളെ വിമർശിക്കുമ്പോൾ, ലോകം മുഴുവൻ കളിയാക്കുമ്പോൾ, ആമീൻ, വാഗ്ദത്തം ബലപ്പെടുത്തുക. ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലൊന്ന് ഉറച്ച, അതിലൊന്ന് വിശ്വസിക്ക. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? 150 വിശ്വാസികൾ പോലും തികച്ചില്ലാതിരിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു 100 പേര് പോലും തികച്ചില്ലാതിരിക്കുമ്പോഴാ ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ ടെലിഫോണിലൂടെ ഉപവസിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞത് 2009 അവസാനത്തോടെ 1000 സഭയിൽ കൂടി വരുമെന്ന്. അന്ന് 150 പേരെ കൊണ്ട് ഞാൻ ഇരിക്കുമ്പോൾ ഞാനിത് മനസ്സിൽ പോലും കണ്ടതല്ല.
പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആള് കുറയുമ്പം, ജനം കുറയുമ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവെ 2009 2010 ആരംഭത്തോടെ 10,000 പേരെ നീ ഇവിടെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കുന്നേ. അത് ഒന്ന് മനസ്സിൽ ഓർക്കുമ്പം ഈ 150 ഒരു 3000 പോലാവും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വരുമ്പോൾ നാളത്തെ ആവശ്യങ്ങൾക്ക് പോലും ഇല്ലാത്ത രീതിയിൽ അല്പം മാത്രമേ കയ്യിലുള്ളൂ. പക്ഷേ അതെടുത്ത് അവൻ ഇങ്ങനെ ഓർക്കും, കർത്താവേ എനിക്ക് മുട്ട് വരുമെന്നല്ല നീ പറഞ്ഞേക്കുന്നേ, മറ്റുള്ളവരുടെ മുട്ട് തീർക്കുവാൻ നീ എന്നെ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നേ. അതുള്ളപ്പം അതൊന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ ആ 10 രൂപയ്ക്ക് ഒരു 10,000-ന്റെ വില ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുന്നത്, എന്നെയും നിങ്ങളെയും ഉറപ്പിക്കുന്നത്, നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ പ്രോമിസസ്, വാഗ്ദത്തങ്ങളാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ചേർന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, എന്ത് ചെയ്യരുത്? സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. നോക്ക്, ഈ സംശയം നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ തകർക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നെൻ്റെ വിശ്വാസം എനിക്ക് അത്ഭുതങ്ങളെ വിളിച്ചുകൊണ്ട് തരും. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ആ വിഷയത്തിൽ വിടുതൽ നടക്കുമോ എന്ന എൻ്റെ സംശയം എനിക്ക് വരാനിരിക്കുന്നത് നന്മയും കൂടെ നഷ്ടപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ചില രോഗികൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച് കഴിയുമ്പം പറയുന്നത്, ബ്രദറെ, അവിശ്വസിക്കാതെ സംശയിക്കാതെ അങ്ങോട്ട് നടന്നേ, സംശയിക്കാതെ അങ്ങോട്ട് പ്രാർത്ഥിച്ചേ, സംശയിക്കാതെ അങ്ങോട്ട് സ്തോത്രം ചെയ്തേ. നിങ്ങൾ സംശയിച്ചാൽ, യാക്കോബ് പറയുന്നത്, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. അവൻ എപ്പോഴും ഇങ്ങനെ കിടന്ന് ഒലഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് കൊട്ടാരക്കരയാണെങ്കിൽ നാളെ കോട്ടയത്ത്, നാളെ കോട്ടയത്താണെങ്കിൽ അടുത്ത ദിവസം കൊല്ലത്ത്. പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നടക്കുക, ഓടി ഓടി നടക്കുക, പറന്ന് നടക്കുക. പ്രൈസ് ദി ലോർഡ്. എങ്ങും പുള്ളിക്കൊരു വിടുതലില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടു മുമ്പിൽ നിൻ്റെ വിടുതലുണ്ട്. സംശയിക്കാതിരിക്കുക. നമ്മളെപ്പോഴും കർത്താവിനെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നവരാ. ആ കർത്താവെ, മറ്റേ ജോണച്ചാൻ തരാനുള്ള 10,000 കിട്ടിയിരുന്ന മറ്റേ കാര്യം അങ്ങ് നടന്നതിനെ തരണേ. സ്തോത്രം. അപ്പുറത്തെ ആ പറമ്പ് 50 സെൻറ്റ് ഒന്ന് കൊടുത്തായിരുന്നെങ്കിൽ ഇപ്പുറത്തെ 25 സെൻറ്റ് മേടിച്ചൊരു വീടും കെട്ടായിരുന്നു. നമ്മൾ കർത്താവിന് വഴി പറഞ്ഞു കൊടുക്കുക, ട്യൂഷൻ എടുക്കുക, രാവിലെ കുത്തിയിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അങ്ങനെ ഒന്ന് നീ ചെയ്താൽ ഇങ്ങനെയൊക്കെ നടക്കും. നിനക്കറിയാമോ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ നടക്കും? ഞാൻ ആരാന്നറിയോ? അതുപോലെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ട്യൂഷൻ എടുക്കാൻ പാതെ, കർത്താവിന് വഴി പറഞ്ഞു കൊടുക്കാൻ പാതെ, കർത്താവ് പറയുന്ന വഴിയിലോട്ട് നീ ഒന്ന് കയറി നിൽക്കുക. അവിടെയാ വിടുതൽ. കരമടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം പറയുന്ന ആ മേഖലയിലേക്ക് നിങ്ങളൊന്ന് മാറി നടക്കുക, ഒന്ന് മാറി ചിന്തിക്കുക. സ്തോത്രം. വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു, അവിശ്വാസത്താൽ സംശയിച്ചില്ല. അതുകൊണ്ട് എന്നാ അവിടെ സംഭവിച്ചേ? വിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാണ്? എത്ര പേര് അതിന് ആമീൻ പറയും? സഹോദരി സഹോദര, ദാവീദ് എന്ന് പറയുന്ന അഭിഷിക്തൻ തൻ്റെ ശരീരത്തിൽ മാറാ രോഗം പിടിച്ച് താൻ കിടക്കയിൽ കിടക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ വൈദ്യന്മാർ കൈവിട്ട ദാവീദ് ആ കിടക്കയിൽ കിടന്ന് എഴുതിയതാണ്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഇന്ന് പകൽക്കാലം പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം എന്നെ തകർക്കും, തീർന്നു. നമ്മൾ ചിലപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാ? പ്രൈസ് ദി ലോർഡ്. എന്തേലും ഒരു പ്രതിസന്ധി വരുമ്പോൾ തീർന്നു, അതിനകത്തേലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതും പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മനുഷ്യൻ തീർന്നു എന്നൊരു റിപ്പോർട്ട് തരുമ്പോൾ ആ തീർന്നെന്ന് പറയുന്നിടത്ത് യേശു തുടങ്ങുന്നവനാണ്. യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കുഞ്ഞ് ദീനമായി കിടന്നപ്പോൾ യായിറോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗുരു, എൻ്റെ മകൾ ദീനമായി കിടക്കുന്നു, എൻ്റെ വീട് വരെ ഒന്ന് വരണം, എനിക്കൊറ്റ മോളേ ഉള്ളൂ. ആ സമയത്താണ് ചില ബാല്യക്കാർ വന്ന് യായിറോസിനോട് പറഞ്ഞത്, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട, നിൻ്റെ മകൾ
മരിച്ചുപോയി. മനുഷ്യൻ തന്ന റിപ്പോർട്ട് തന്നെ തീർന്നു, ഇനി പോകാൻ പറ്റില്ല, കഴിഞ്ഞു, ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പകൽ ചിലതിനെ നോക്കി ഭയത്തോടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ചില സാമ്പത്തിക ഇടപാടിലോട്ട് നോക്കി ഭയത്തോടെ കേൾക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. വീട്ടിനകത്തെ സാഹചര്യ നിമിത്തം ഭയത്തോടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന് പറയാൻ ഒന്നേ ഉള്ളൂ, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പകൽ അതിനകത്ത് വിടുതലുണ്ട്, നിശ്ചയം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തത്തിങ്കൽ അവിശ്വസിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്താ അവിടെ സംഭവിച്ച ആ സമയത്ത്? വായിച്ചാട്ടെ. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രം അല്ല. നോക്ക, എന്ന് എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മളോടായി പറഞ്ഞേക്കുന്നേ, നീ ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്. അബ്രഹാമിന് വേണ്ടി വാർദ്ധക്യത്തിലും അത്ഭുതം ചെയ്തവന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായി കഴിയും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 27-28 വാക്യങ്ങളോടെ ശ്രദ്ധിക്കുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 27-28 വാക്യങ്ങൾ. യെസ്. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളരുന്നില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. നമ്മുടെ ബുദ്ധിക്കകത്ത് ദൈവത്തെ കൊണ്ടുവരരുത്, നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കരുത്. ഇത്രയൊക്കെ ദൈവം ചെയ്യില്ല. നമ്മൾ നമ്മുടെ ബുദ്ധിക്കൊത്ത് പ്രവർത്തിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് അവൻ്റെ ശക്തിക്കൊത്താ. ദൈവത്തിൻ്റെ ശക്തിയെയും മണ്ടൻ ബുദ്ധി കൊണ്ട് അളക്കരുത്. ഇതിനേക്കാളൊക്കെ അപ്പുറമാ. ചേർന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വായിച്ചാട്ടെ താഴേക്ക്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി തരുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് പകൽ ബലമില്ലാത്തവന് അവൻ ബലം കൊടുക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാരും ഇടറി വീഴും. വലിയ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ യൗവനക്കാർ ഇടറി വീണു പോകും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ചേർന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ബാല്യക്കാർ ഇടറാം, യൗവനക്കാർ വീണു പോകാം, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ അവൻ ശക്തിയെ പുതുക്കുക. ഓ, ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. അവൻ ക്ഷീണിച്ചു പോകുന്നില്ല. കർത്താവിനെ കാത്തിരിക്കുന്ന ദൈവജനമേ, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുന്നവരെ, നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല. നിങ്ങളുടെ ചുറ്റും ബാല്യക്കാർ വീണാലും ആരോഗ്യമുള്ള യൗവനക്കാർ ഇടറിയാലും യഹോവയെ കാത്തിരിക്കുന്നവൻ ഇടറത്തില്ല, തകരത്തില്ല. അവൻ ശക്തിയെ പുതുക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കഴുകനെ പോലെ ചിറകടിച്ചു വരും. ഈ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്. നമ്മൾ ആരെ പോലെ ഉയരണം? കഴുകനെ പോലെ ചിറകടിച്ച്. അപ്പൊ അങ്ങനെ ഉയരാനാ കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ കഴുകൻ ഉയർത്തി പറക്കുന്ന എത്ര പേര് കണ്ടുണ്ടോ? വലിയ ഉയരത്തിൽ കരമുയർത്തിയായിട്ട് കണ്ടിട്ടുള്ളവര്. ഈ ഉയരത്തിൽ പറക്കേണ്ട കഴുകൻ, ഇത് ചിലരോടുള്ള ദൈവാലോചന, എസ്പെഷ്യലി കർത്താവിൻ്റെ ശുശ്രൂഷ നിൽക്കുന്നവരോട്. ഈ ഉയരത്തിൽ പറന്ന് നിൽക്കാനായി കഴുകനെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവൻ്റെ ചിറകുകൾ, അവൻ്റെ തൂവലുകൾ, അവൻ്റെ ശരീരം മുഴുവൻ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെ കടന്ന് പറക്കാനല്ല, ഉയരത്തിൽ പറക്കാനാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? അത് അങ്ങനെ അവനെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പലർക്കും അറിയത്തില്ല.
ഈ കഴുകൻ അവന് ഉയർത്തി പറക്കണ്ടവൻ ഇങ്ങോട്ട് താഴെ ഇറങ്ങി വന്ന് താഴെ കൂടെ ഒരു പരുവത്തിന് പറക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള കാക്കയും കുയിലും എല്ലാം കൂടി ഇവനെ എടുത്തിട്ട് കൊത്തുന്ന എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇവനെ ഇത്രയും വലിയ പരുന്തിനെ, കഴുകനെ, ഇത്രയും വലിയ ചിറകുള്ളവൻ, ഉയരത്തി പറക്കണ്ടവൻ ഒരു പരുവത്തി പറക്കാൻ താഴോട്ട് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. വഴിയെ പോയ കാക്കയും കുയിലും കിളിയെല്ലാം കൂടി ഇവനെ ഓടിച്ചിട്ട് കൊത്തുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വഴിയെ പോകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപമാനങ്ങളും എല്ലാം നിന്റെ മണ്ടയ്ക്ക് കയറി വരുന്നത്, സ്തോത്രം, ദൈവം വച്ചിരിക്കുന്ന ആ ലെവലിൽ നിൽക്കാതെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ്. ഇനി കേട്ടെ, ദൈവം വച്ചിരിക്കുന്ന ആ ലെവലിൽ തന്നെ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിന്ന കാക്കയ്ക്ക് നിന്നെ നോക്കാനേ പറ്റൂ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കുയിലിന് നിന്നെ മേലോട്ട് നോക്കാനേ പറ്റൂ. പക്ഷെ മുകളിൽ നിന്ന് നിനക്ക് താഴെ ഉള്ളത് മുഴുവൻ കാണാനും കഴിയും. ഓ, താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കഥയിൽ ഞാൻ വായിച്ചത്, ഈ കോഴി അടയിരുന്ന് മുട്ട വിരിയിക്കുന്ന സമയത്ത് ഒരു കഴുകൻ്റെ മുട്ട ആരോ എടുത്ത് ഈ കോഴിമുട്ടയുടെ കൂട്ടത്തിൽ വെച്ചു. ഇത് രണ്ടും വിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കോഴിക്കുഞ്ഞുങ്ങൾ നടന്ന് അമ്മയുടെ കൂടെ നടന്ന് തിന്നാൻ തുടങ്ങിയപ്പോൾ ഈ കഴുകനും കൂട്ടത്തിൽ തത്തി നടന്ന് അത് ചതഞ്ഞ് ഉള്ള പുഴുവും എന്നാ പറയുന്നത് ചെതലുമൊക്കെ തിന്നാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ കോഴികളായി, അങ്ങനെ ആയി. ഇപ്പോൾ കഴുകനും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഈ വലിയ കോഴികളുടെ കൂട്ടത്തിൽ കഴുകനും പോയി നന്നാ ചെയ്യുക, ചതഞ്ഞ് പുഴുവിനെയും, സ്തോത്രം, ചെതലും ഒക്കെ തിന്നുകൊണ്ടിരിക്കുക. അപ്പോഴൊരു വലിയ കഴുകൻ അതുവഴി പറന്നു പോയിട്ട് ഈ കാഴ്ച കണ്ടിട്ട് താഴോട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ഈ കഴുകനോട് ഈ കഴുകൻ പറയുകയാണ്, എടാ, നീ ഇവിടെ നിന്ന് ഈ കോഴിയുടെ കൂടെ നടന്ന് ഇതൊക്കെ ചതഞ്ഞുള്ള ചെതലും പുഴുവും തിന്നാനല്ല നീ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് പറക്കാൻ കഴിയും. അപ്പോൾ ഇവൻ പറഞ്ഞ മറുപടി എന്നാ? പിന്നെ എനിക്കങ്ങ് പറക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലരിവിടെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കർത്താവ് നിന്നെ വിടുവിക്കുക, ഈ വിഷയമൊക്കെ മാറ്റി, പിന്നെ അങ്ങ് മാറുക. സ്തോത്രം. നിനക്ക് പറക്കാൻ കഴിയും. നീ ഉയരത്തിൽ പറക്കാനാ നിന്നെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നേ. നീ ഇങ്ങനെ നടന്ന് ഈ കോഴികളുടെ കൂടെ നടന്ന് ഈ ചെതലും പുഴുവും എല്ലാം തിന്നാനല്ല നീ ഇങ്ങനെ ആയിരിക്കണ്ടേ. ഒടുവിൽ ആ കഥയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഈ വലിയ കഴുകൻ ഒടുവിൽ സഹിക്കാൻ വയ്യാതെ ഇതിനെ കൊത്തി അതിനെ പൊക്കി, സ്തോത്രം, പൊക്കി എടുത്ത് കുറേ ഉയരത്തിൽ പോയിട്ട് പിടിവിട്ടപ്പോഴാ ഇവൻ്റെ ചിറക് ഇവനൊന്ന് വിടർത്തി. അന്നേരം ഇവന് മനസ്സിലായി ഇവന് പറക്കാൻ പറ്റുമെന്ന്. ഒരു കാര്യം ഓർത്തോ, ചില സമയത്തൊക്കെ തമ്പുരാന് നമ്മൾ പറക്കാൻ പദ്ധതി ഉള്ളതുകൊണ്ട്, ചുമ്മാ ഈ നിലവാരത്തിൽ ഇരിക്കാൻ പദ്ധതി ഇല്ലാത്തതുകൊണ്ടും ദൈവത്തിന് നിന്നെ ഉയർത്താൻ പദ്ധതി ഉള്ളതുകൊണ്ടും ദൈവം ചില ശിക്ഷകളൊക്കെ തന്ന് നിന്നെ ചിലപ്പോൾ കൊത്തിയെടുത്തോണ്ടൊക്കെ പോകുന്നത് നിന്നെ ചൊവ്വയൊന്ന് പറപ്പിക്കാനാ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലൊന്ന് കയറി വരാനാ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യൗവനക്കാർ ഇടറിപ്പോകും, ബാല്യക്കാരൊക്കെ ക്ഷീണിച്ചു പോകും, പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഈ ഓട്ടക്കളത്തിൽ നിങ്ങൾ യേശുവിനെ ലക്ഷ്യമാക്കി ഓടുമ്പോൾ, യേശു വഴിയെ ഓടുമ്പോൾ ക്ഷീണിച്ചു പോകരുത്. ഈ ഓട്ടത്തിൽ ക്ഷീണിച്ചു പോയാൽ നിനക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയത്തില്ല. വാക്കുകളുടെ മുമ്പിൽ ക്ഷീണിക്കരുത്, വ്യക്തികളുടെ മുമ്പിൽ ക്ഷീണിക്കരുത്, സംഘടനകളുടെ മുമ്പിൽ ക്ഷീണിക്കരുത്, സമുദായങ്ങളുടെ മുമ്പിൽ ക്ഷീണിക്കരുത്, പാസ്റ്റർമാരുടെ വാക്കുകളുടെ മുമ്പിൽ ക്ഷീണിക്കരുത്, പ്രവാചകന്മാരുടെ കള്ളപ്രവചനത്തിന്റെ മുമ്പിൽ ക്ഷീണിക്കരുത്. യേശുവിനെ ലക്ഷ്യമാക്കി ഇന്ന് പകൽക്കാലം നീ ഓടുക. എനിക്കതിവിടെ പറയണമുണ്ട്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് കള്ളപ്രവചനം. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? പിശാചിന് നിന്റെ പെരയുടെ ചുറ്റിലും നല്ല, നീ വിശ്വാസത്തിൽ നിൽക്കുന്നിടത്തോളം നിന്റെ പഞ്ചായത്തിൽ പോലും പിശാചിന് എടുക്കാൻ കഴിയല. പിന്നെ പെരയുടെ മണ്ടയിൽ കൂടെ പോവല്ലയോ? പെരയുടെ മണ്ടയിൽ കൂടെ പോയിരിക്കുന്നതാ KCB ഇട്ട ലൈൻ കമ്പി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കള്ളപ്രവചനങ്ങൾ നിങ്ങളെ ക്ഷീണിപ്പിക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് നിങ്ങളെ പേടിപ്പിക്കുന്നവനല്ല. എൻ്റെ കർത്താവ് നിങ്ങളെ ബലത്തെ ക്ഷയിപ്പിക്കുന്നവനല്ല. ബലം ക്ഷയിച്ചിരിക്കുന്നവന് യെശയ്യാ പറയുന്നു, അവൻ ബലം കൊടുക്കുന്നവനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളെ തകർക്കുന്ന യേശുവിനെ കുറിച്ചല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. തകർന്നവനെ വിടുവിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചാ. രോഗിയാക്കുന്നവനെ കുറിച്ചല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. നിന്നെ സൗഖ്യമാക്കുന്നവനെ കുറിച്ചാ. സ്തോത്രം. ഒന്നിന്റെ മുമ്പിൽ ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ ഒത്തിരി ഓടേണ്ടവരാ. യിരെമ്യാ പ്രവചനം 12:5 എഴുതിയിട്ടുണ്ട്, കാലാളുകളോട് കൂടെ ഓടി നീ തളർന്നു പോയാൽ കുതിരകളോട് കൂടെ നീ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ ഭയപ്പെട്ടാൽ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? ഇപ്പം മനുഷ്യരുടെ കൂട്ടത്തിൽ നീ ഓടി ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ നിന്നെ കർത്താവ് കണ്ടിരിക്കുന്ന കുതിരകളുടെ കൂടെ ഓടാനാ. ഓ റാബാ ശാന്തൽ കൗഡബാ. ഇന്നത്തെ ഈ ചെറിയ പ്രശ്നത്തെ കണ്ട് നീ ഭയപ്പെട്ടിരിക്കരുത്. നിന്നെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്നെ കൊണ്ട് വൻ കാര്യങ്ങൾ കർത്താവിന് ചെയ്യാനുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് നിന്റെ കുടുംബത്തെ കുറിച്ചും വലിയ പ്ലാൻ ഉണ്ട്. എല്ലാ ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കുതിരകളോടുകൂടെ ഓടേണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യോർദാന്റെ വൻകാട്ടിൽ ശുശ്രൂഷ ചെയ്യേണ്ടവരാ. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയാ. ഈ ചെറിയ പ്രശ്നങ്ങൾ നിന്നെ തളർത്തരുത്, നിന്നെ ക്ഷീണിപ്പിക്കരുത്. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടാ. സ്തോത്രം. ഈ ഓട്ടം സ്ഥിരതയോടെ ഓടാനോ? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. ഈ ഓട്ടത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ജോലി ഇല്ലാത്തതിൻ്റെ പേര് ക്ഷീണിച്ചു പോകരുത്. പ്രശ്നങ്ങളായതിൻ്റെ പേര് ക്ഷീണിച്ചു പോകരുത്. ഇതൊന്നിനും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ക്ഷീണിപ്പിക്കരുത്. ഇന്ന് പകൽക്കാലം ഒന്ന് ശക്തിപ്പെടണം. വിശ്വാസത്തിൽ ഈ സഭായോഗത്തിൽ ഒന്ന് ശക്തിപ്പെടുകയാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ആമീൻ. വിശ്വാസത്താൽ നിങ്ങൾ ശക്തിപ്പെടുവാൻ കഴിഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആമീൻ. ഞങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ആ ജോലിയെക്കാളും വലിയവനായ യേശു എന്ന് ഞങ്ങൾക്കറിയാം. കടം മാറുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ അതിനേക്കാൾ വലിയവനായ യേശു എന്നറിയാം. രോഗം മാറുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതിനേക്കാൾ വലിയവനായ യേശു എന്നറിയാം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. എത്ര പേർ പറയും, ഇല്ല ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. ഒന്നിനും എന്നെ ക്ഷീണിപ്പിക്കാൻ കഴിയത്തില്ല. അപവാദങ്ങൾക്കോ എന്നെ ക്ഷീണിപ്പിക്കാൻ കഴിയത്തില്ല. ക്രൂശിന് എന്നെ ക്ഷീണിപ്പിക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം ദൈവം ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, പക്ഷേ അതിനകത്തൂടെല്ലാം എന്നെ അവൻ ജയത്തോടെ നടത്തുന്നവനാ. ഓ, എനിക്കൊരു ക്രൂശീകരണം ഉണ്ടെങ്കിൽ അതോടുകൂടെ തീരുകയല്ല, എനിക്കൊരു ഉയർപ്പുണ്ട്. താങ്ക് യു ജീസസ്. യേശുവിനെ നോക്കിയാട്ടെ, യേശുവിനെ നോക്കിയാട്ടെ. ക്ഷീണിച്ചു പോകരുത്. ഒന്നിൻ്റെ മുമ്പിൽ പതറിപ്പോകല്ല. ഉറച്ചു നിൽക്കണം. കാഴ്ചയാലല്ല, വിശ്വാസത്താലുള്ള ജീവിതം, വിശ്വാസത്താലുള്ള ജീവിതം. നാളെ എനിക്ക് ആ പണം ആവശ്യമാണ്, എനിക്കതറിയാം. പക്ഷെ ആ പണം എൻ്റെ കയ്യിലില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ യേശു അതിനേക്കാൾ വലിയവനാ. എൻ്റെ യേശു അതിനേക്കാൾ വലിയവനാ. എൻ്റെ ഈ സമയത്ത് അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്ന ദൈവാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ രോഗം എത്ര മാരകമായ രോഗത്തിന് അടിമയാണ് ഞാനെങ്കിലും എനിക്കറിയാം എൻ്റെ യേശു അതിനേക്കാൾ വലിയവനാ. എൻ്റെ ആവശ്യങ്ങളെക്കാൾ അവൻ വലിയവനാ, വലിയവനാ. യേശു വലിയവനാ. എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടും. എനിക്ക് മുൻപേ ഓടി ജയിച്ച യേശു എൻ്റെ കൂടെയുണ്ട്. ഓടി ജയിച്ച യേശു എൻ്റെ കൂടെയുണ്ട്. എനിക്ക് വഴി പറഞ്ഞു തരാൻ അവന് കഴിയും. കാരണം എനിക്ക് മുൻപേ അവൻ ഓടി ജയിച്ചവനാ. എന്നെ ബലപ്പെടുത്താൻ അവന് കഴിയും. കാരണം എനിക്ക് മുൻപേ അവൻ ഓടി ജയിച്ചവനാ. ഇന്ന് പകൽക്കാലം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാ.